വരുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകലിൽ നമ്മൾ ചിന്തിച്ചു വന്ന ദൈവത്തിൻ്റെ ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യമാണല്ലോ കഴിഞ്ഞ പകലിൽ നമ്മൾ വായിച്ചത്. തുടർന്നും ഇന്ന് രാത്രിയിലും ആ ദൈവത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ പകലില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഓർപ്പിച്ചത്. 1 യോഹന്നാൻ 3:8 കൂടെ നമ്മൾ കഴിഞ്ഞ പകലിൽ വായിച്ചിരുന്നു. അതിൽ നിന്നും പ്രസംഗിക്കാൻ പറ്റിയില്ല. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെ ഉള്ളത്: തലയെ വേഴത്തെ പോലെ കുനിക്കുക, വെട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം, ഇതിനോ നോയമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്ന് നിങ്ങൾ പേർ പറയുന്നത്. ഈ 5-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ പകലിൽ നമ്മൾ എന്ത് ചെയ്തത്, ചിന്തിച്ചത്. ആ ഭാഗം ചിന്തിച്ച് നമ്മൾ കൊണ്ട് നിർത്തി. ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്കായിട്ടെടുക്കുന്ന അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. സ്തോത്രം. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾക്കൊന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു. ഫാസ്റ്റിങ് ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള ഫാസ്റ്റിംഗ് ഇരിക്കണം. മറ്റൊന്ന്, ആത്മതപനം ചെയ്യുമ്പോൾ വലിയൊരു ആത്മഭാരം നമ്മളിൽ എന്ത് ചെയ്യണം, ഉണ്ടാകണം. അത് കൃപാവരങ്ങളിലേക്ക് നമ്മളെ എന്ത് ചെയ്യും, നയിക്കുന്നു. കൃപാവരങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അത് നമ്മളിൽ വെളിപ്പെടുന്ന കൃപാവരമാണ് ദേശത്ത് നശിച്ചു പോകുന്ന അനേകരെ എന്ത് ചെയ്യുന്നത്, കർത്താവിലേക്ക് നേടുവാൻ കഴിയുന്നത്. സ്തോത്രം. കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്യായ ബന്ധനങ്ങളെ, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ, പീഡിതരെ സ്വതന്ത്രരായി എല്ലാ നുകത്തെയും ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അന്യായ ബന്ധനത്തെ എന്ത് ചെയ്യുക, അഴിക്കുക. അന്യായ ബന്ധനത്തെ 1 യോഹന്നാൻ 3:8 പറഞ്ഞു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. അപ്പോൾ അഴിക്കണമെങ്കിൽ അവൻ നേരത്തെ എന്ത് ചെയ്ത് വെച്ചിരിക്കുക, കെട്ടിവെച്ചിരിക്കുക പലതും. അതിനെ ഈ ഉപവാസ പ്രാർത്ഥനയെ ദൈവം ആഗ്രഹിക്കുക, അതെന്ത് ചെയ്യണം, അഴിയപ്പെടണം. സ്തോത്രം. അതാ വചനം പറഞ്ഞത്, അഴിക്കുന്നതല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. അഴിക്കുന്നതല്ല, അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതല്ലോ. സ്തോത്രം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. എന്താണ് അന്യായ ബന്ധനങ്ങൾ? എന്താണ് അന്യായ ബന്ധനം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ അന്യായ ബന്ധനം? ന്യായമല്ലാത്തയല്ല എന്താ അന്യായം? ന്യായമല്ലാത്തയല്ല അന്യായമാണ്. അപ്പോൾ ന്യായമില്ലാതെ, നീതിയില്ലാതെ നമ്മളെ ബന്ധിച്ച ബന്ധനങ്ങൾ, അത് പൈശാചിക മേഖലയിൽ നിന്ന് കയറി വന്നതാണ്. നീതിയില്ലാതെ ബന്ധിച്ച ബന്ധനം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇങ്ങോട്ട് കടന്നു കയറി, ഇടിച്ചു കയറി വന്ന് ബന്ധിച്ച ബന്ധനങ്ങൾ. വചനം പറയുകയാണ്, അന്യായ ബന്ധനത്തെ എന്ത് ചെയ്യണം, അഴിക്കണം. ബന്ധനങ്ങൾക്കകത്തിരിക്കുവാനല്ല, ബന്ധിക്കപ്പെട്ടിരിക്കുവാനല്ല, മറിച്ച് ബന്ധനത്തെ അഴിച്ചു പുറത്തു വരണം. അതാണ് ഈ ഉപവാസം കൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 12-ാമത്തെ രാത്രി നമ്മൾ വന്നല്ലേ. ഈ സെഷനിലും വന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ പിന്നിട്ട ഓരോ ഫാസ്റ്റിങ്ങിൻ്റെ അകത്തും നമ്മൾ ഇതിൻ്റെ അകത്തിരുന്നു, വചനം കേട്ടു, പാട്ടുപാടി, പ്രാർത്ഥിച്ചു, പോയി. പക്ഷെ പല ബന്ധനങ്ങൾ ഇതുവരെ പലതിനും മറുപടിയില്ലാതെ നമ്മളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്ന ചില മേഖലകളുണ്ട്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിടുതൽ ആവശ്യമാണ്. സ്തോത്രം. അപ്പോൾ
അപ്പോൾ ആ വിടുതലിന് വേണ്ടിയാണ് പറയുന്നത്, അന്യായമായി ബന്ധിച്ച ബന്ധനം എന്ത് ചെയ്യണം? അഴിയണം. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ സമ്മതം കൂടാതെ, നമ്മുടെ അറിവ് കൂടാതെ ഇങ്ങോട്ട് കടന്നു കയറി ഇടിച്ചു കയറി വന്ന് ബന്ധിച്ച ബന്ധനങ്ങൾ. ആമീൻ. ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളൻ കക്കാൻ വരാൻ നേരത്തെ ഏതെങ്കിലും കള്ളൻ വിളിച്ചു പറയോ, അമ്മാമേ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് കക്കാൻ വരുന്നുണ്ട്, വീടിൻ്റെ വാതിലൊന്നേ തുറന്നിടണേ? ഏതെങ്കിലും കള്ളൻ പറയുമോ? ഒരു കള്ളനും പറയത്തില്ല, ഫോൺ വിളിച്ചൊന്നും പറയത്തില്ല. കാരണം അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ അറിവ് കൂടാതാണ് വരുന്നത്. അപ്പോൾ ഈ അറിവ് കൂടാതെ വരുന്നവൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? പോകത്തുള്ളൂ. വീട് കുത്തി തുറക്കും, ആമി, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അവൻ നശിപ്പിച്ചായിരിക്കും ഇതിൻ്റെ അകത്ത് കയറുന്നത്. അതുകൂടാതെ വിലപ്പെട്ട വീടിൻ്റെ അകത്ത് എന്തുണ്ടോ അതിവൻ കൊണ്ടുപോകും. വിലപ്പെട്ടതാണ് ഇവൻ്റെ ലക്ഷ്യം. അല്ലാതെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന ആക്രിപാത്രങ്ങളോ മുറ്റത്ത് കിടക്കുന്ന അലക്കിയിട്ടിരിക്കുന്ന തുണിയൊന്നും കള്ളൻ എന്ത് ചെയ്യത്തില്ല, കൊണ്ടുപോകത്തില്ല. കള്ളന് വേണ്ടത് അതൊക്കെ. അല്ലാതെ ഈ പാട്ട ഉറക്കാൻ വരുന്നവരൊക്കെ അതൊക്കെ കൊണ്ടുപോകുന്നത്. കള്ളൻ എപ്പോഴും വരുന്നത് വിലയേറിയത് മോഷ്ടിക്കാനാണ്. വിലയേറിയത് നമ്മളിൽ ഓരോരുത്തരിലും ദൈവം തന്നിട്ടുണ്ട്. ആമേൻ. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, പൗലോസ്ലീഹ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്ന് അല്ല, ദൈവത്തിൻ്റെ ദാനം എന്നു വരേണ്ടതിനെ ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ പകർന്നിരിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞു വരികയാണ്, അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഈ നിക്ഷേപം ഇതൊരു നിക്ഷേപമാണ്. ആമേൻ. അപ്പോൾ നമ്മുടെ മേൽ ഈ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മുടെ മേൽ പകരപ്പെടുന്നത്, ആമേൻ, നമ്മളിങ്ങനെ കഴിഞ്ഞ പകലിൽ പറഞ്ഞു, പ്രാപിക്കുക. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഇന്ന് പലരും പലതും കിട്ടാനിരിക്കുമ്പോൾ പ്രാപിക്കുന്ന ദിവസങ്ങളായിരിക്കണം. കൃപാവരങ്ങളെ പ്രാപിക്കണം, ഭാഷാവരത്തെ പ്രാപിക്കണം, രോഗശാന്തി, പ്രവചനവരം, വിശേഷാൽ പ്രവചനവരം നിങ്ങൾ എന്ത് ചെയ്വി? വാഞ്ചിപ്പി. പരിശുദ്ധാത്മാവ് പറഞ്ഞു അതിൻ്റെ ആവശ്യങ്ങൾ എന്തിനാണ്? ആത്മാക്കളെ നേടാൻ. സുവിശേഷം പറഞ്ഞിട്ട് എറിക്കാത്തവരോട് പ്രവചിച്ചാൽ അവരെന്ത് ചെയ്യും? അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. ആമീൻ. അപ്പോൾ അങ്ങനെ പ്രവചനവരം കൊണ്ട് നമുക്ക്, കൃപാവരങ്ങൾ കൊണ്ട് അനേക ആത്മാക്കളെ, നശിച്ചു പോകുന്നവരെ കർത്താവിന് വേണ്ടി നേടാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പ്രാപിക്കുക എന്നുള്ള പദം. അപ്പോൾ നമ്മൾ ഈ പ്രാപിച്ചെടുക്കുന്ന 21 ഇരുന്ന് 40 ഇരുന്ന് പ്രാപിച്ചെടുക്കുന്ന വിലപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിയെ, കൃപ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുക. നമ്മളിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? അതെ, നിക്ഷേപിച്ചിരിക്കുക. ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ഉയരത്തിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ പ്രാപിച്ചെടുക്കുന്നതിനെ മോഷ്ടിക്കാനാണ്, കൊണ്ടുപോകാനാണ് കള്ളൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിശാച് നമ്മളോട് അടുത്ത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അല്ലാതെ നമ്മുടെ പുറമേ ഉള്ള ഒന്നും, ആമേ, അവിടെ ഇവിടെയും കിടക്കുന്ന ഭൗതിക നന്മയൊന്നുമല്ല. നമ്മളെ കാണിയൊക്കെ ഇഷ്ടംപോലെ നന്മ ആർക്കുണ്ടേ? പൈശാചിക മേഖലയെ മൊത്തം അധികാരം അവൻ ഏൽപ്പിച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. എല്ലാം അവനുണ്ട്. അപ്പോൾ അവന് അതല്ല വേണ്ടത്, നമ്മുടെ അഭിഷേകത്തെ ചോർത്താനായി എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകുന്ന രീതി വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. സ്തോത്രം. അതൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ആമി, ഈ മേഖലയിലാണ് പിശാച് നോക്കുന്നത്. മറ്റൊന്ന്, ദൈവം നമ്മുടെ മേൽ കൈമാറിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ, ആമി, അല്ലെങ്കിൽ നമ്മുടെ മേൽ കൈമാറിയിരിക്കുന്ന നമ്മുടെ പ്രാണനെ, നമ്മളിലുള്ള ആത്മാവിനെ. ഇപ്പം ഞാൻ മരിച്ചാൽ നിങ്ങൾ പറയും, അയ്യോ ആന്റണി പാസ്റ്റർ എന്ത് ചെയ്തു? മരിച്ചേ പോയി. ആന്റണി പാസ്റ്റർ എന്ത് ചെയ്തു? മരിച്ചു പോയി. അപ്പോൾ ഇവിടെ കിടക്കുന്ന ബോഡി കാണാൻ പോവാന്നേ എന്ത് ചെയ്യത്തുള്ളൂ? പറയത്തുള്ളൂ. അപ്പോൾ എനിക്കിട്ട് പിന്നെ ആർക്കായി പേരിട്ടിരുന്നത്? ആത്മാവിനെ അല്ലേ? ആത്മാവിനല്ലേ പേരിട്ടെ? നമ്മുടെ പേരെന്ന് പറയുന്നത്
നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ആത്മാവിനാണ് നമ്മുടെ പേര്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന വ്യക്തി മരിച്ചേ പോയി, ആള് പോയി, പിന്നെ കിടക്കുന്ന വെറും ജഡമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേര് കിടക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും പേര് കിടക്കുന്നത് ദൈവം ഇട്ടിരിക്കുന്ന ആത്മാവിൻ്റെ. ഈ ആത്മാവിനെ മോഷ്ടിക്കാനാണ് പിശാച് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ആത്മാവിനെ മോഷ്ടിക്കാനാണ്, നമ്മളിലുള്ള ആത്മാവിനെ. അതിന് എന്ത് വേലും സംഗതികൾ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമ്മളെ കൊണ്ട് അടുത്തത്. സത്യം പറയട്ടെ, നമ്മൾ വിശ്വാസത്തിലല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും കാണും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, പല സാഹചര്യം വന്നപ്പോൾ മരിക്കാൻ ചിന്തിച്ച് എത്ര പേര് ഇല്ലാതിരിപ്പുണ്ടേ ഇല്ലേ? നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവത്തിലല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? പലരും ചിലപ്പോൾ കാണത്തില്ലായിരുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തെ അറിഞ്ഞത് കൊണ്ടാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഭയമായി, മറ്റൊന്ന് നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നായി. അപ്പോൾ ഇതും കൊണ്ടൊക്കെ നമ്മൾ, അപ്പോൾ പിശാച് വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ചിലർ അകത്ത് കൊണ്ട് ചിന്തയിടും, ഇനിയും ജീവിക്കേണ്ടത് നീ എങ്ങനെയും എന്ത് ചെയ്തു, മരിച്ചു. അപ്പോൾ ഈ ചിന്ത കൊണ്ടിടുമ്പോൾ നമ്മുടെ ആത്മാവിനെ അവൻ എന്ത് ചെയ്യാനാ? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് മോഷ്ടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഒരു മോഷ്ടാവ് പൈശാചിക മേഖല വെല്ലുവിളിച്ച് വ്യക്തികൾക്ക് നേരെ, കുടുംബങ്ങൾക്ക് നേരെ, സഭയ്ക്ക് നേരെ പോരാടി വെല്ലുവിളിക്കുന്ന ചില മേഖലയെ ഈ ഉപവാസത്തിൽ അഴിക്കണം. എത്ര പേർക്ക് പിടികിട്ടി? സ്തോത്രം. ഈ ഉപവാസത്തിൽ അത് അഴിയണം. അതുമായിട്ട് മുന്നോട്ട് പോകാനല്ല, ഇങ്ങനെ വെളിപ്പെട്ട് വരുന്ന ചിലത് അഴിച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിനൊരു വിടുതൽ ആവശ്യമാണ്. ആ വിടുതലിന് വേണ്ടി ഇന്ന് നമ്മൾ ഈ രാത്രിയിൽ വിട്ടുകൊടുക്കുന്നെങ്കിൽ ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങുകയും അത് നമ്മളെ അസാധാരണമേറിയ വിടുതലിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. സ്തോത്രം. അപ്പോൾ പിശാച് നോക്കുന്ന മേഖലകളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് പറയാണ്, എങ്കിലും ഈ അത്യന്ത ശക്തി, ഒരു ഭയങ്കര ശക്തിയെക്കുറിച്ചാണ് പൗലോസിലേക്ക് അവിടെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്നത്. അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീതെ മറ്റൊരു ശക്തി ഇല്ല. ഈ ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. അപ്പോൾ സ്വന്തമല്ലാത്തതൊന്നെ സ്വന്തം എന്ന രീതി നമുക്ക് തന്നിരിക്കുക, നമ്മുടെ സ്വന്തമല്ല. പിന്നെ ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ഈ ദാനം ആയിരിക്കുമ്പോൾ തന്നെ ഏത് സമയത്തും ഞാൻ കഴിഞ്ഞ പകൽ ഓർപ്പിച്ചതുപോലെ ഈ ദൈവം തന്നത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ ആ ദാനം എന്ത് ചെയ്തേക്കാം, തിരിച്ചേ എടുത്തേക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ കൃപാവരങ്ങൾ വീണ്ടും വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു ഉപമ പറഞ്ഞതിൻ്റെ അകത്ത് ഒരടയിൽ 1 താലന്ത് കൊടുത്തതിൻ്റെ അകത്ത് വേറൊരടയിൽ 3, ഒരടയിൽ 5 ഇങ്ങനെ കൊടുത്തു. ഈ 1 കൊടുത്തവൻ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം കൂടെ മേടിച്ച് അവൻ്റെ തന്നെ വീണ്ടും കൊടുത്തു? ഇല്ല. ഈ കുഴിച്ചിട്ടവൻ്റെ എന്ത് ചെയ്ത് ഇഞ്ഞ് തിരിച്ചിഞ്ഞെടുത്തു. താലന്തുകൾ, കൃപകൾ ദൈവം തരുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ കൊണ്ട് കുഴിച്ചിട്ടാൽ ദൈവം തിരിച്ചെന്ത് ചെയ്യും? ഇഞ്ഞെടുക്കും. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് തന്ന കൃപാവരങ്ങൾ, താലന്തുകൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, അത് തിരിച്ചെടുക്കും. സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ഉപവാസത്തിൽ ഉള്ളതിനെ നമ്മൾ ജ്വലിപ്പിക്കണം, ഇല്ലാത്തതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ മേൽ ഭരമേൽപ്പിക്കും. നോക്കി, തിരിച്ചെടുത്തിട്ട് അവനെ വിളിച്ചത് മടിയനും ദുഷ്ടനുമായ ദാസനെ, നീ എന്തൊരു മടിയനാ, എന്തൊരു മടിയത്തിയാ. കാരണം ഇത് പലരാഗ്രഹിച്ചിട്ട് അവർക്ക് കൊടുക്കാതിരുന്നപ്പോൾ നിനക്ക് വിളിച്ചെന്ത് ചെയ്തതാ? തന്നതാ. ഈയിടെയോ ഞാൻ എവിടെയോ എന്നപ്പോൾ
40 ദിവസം ഒരാൾ ഉപവസിക്കുക, അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ ആരാധിക്കാൻ. ഇതുവരെ അഭിഷേകം കിട്ടിയിട്ടില്ല. 40 ദിവസം എന്ത് ചെയ്യുക? ഇരിക്കുക. 40 കേട്ടിട്ടേ ഉള്ളല്ലേ, ഇതുവരെ പലരും ഇരുന്നിട്ടില്ല. പക്ഷെ അഭിഷേകത്തിൽ ആരാധിക്കുന്നില്ലേ? അയ്യോ, നമ്മൾ 40 ഇരുന്നില്ല, ഇരിക്കാതെ തന്നെ എന്ത് ചെയ്തു? തന്നു. അപ്പോൾ ചിലരെന്തു വേണ്ടി വില കൊടുത്ത ഇത് പ്രാപിക്കുന്നതെന്ന് പിടികിട്ടിയോ? സ്തോത്രം. അപ്പോൾ ദൈവം നമ്മുടെ മേൽ തന്നതിനെ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വ്യാപാരം ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രിയിൽ, ഈ 12ാമത്തെ രാത്രി ഞാൻ പറയാം, നമുക്ക് തന്നതിനെ വ്യാപാരം ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ ഇതുവരെ ലഭിക്കാത്തത് ഈ ഫാസ്റ്റിങ്ങിൽ ദൈവം കൈമാറി തരും. ഇതുവരെ ലഭിക്കാത്തത് എന്ന് പറഞ്ഞാൽ ആമേൻ, നിങ്ങൾ മറ്റുള്ളവരൊക്കെ ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നതും കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതും നിങ്ങൾ കണ്ടു കാണും. ആ ഒരു ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് കൈമാറി തരാൻ പോവുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഏത് മേഖലയിലാണോ പിശാച് നിങ്ങളെ പരാജയപ്പെടുത്തിയത്, ഏത് പൈശാചിക മേഖലകൾ കൊണ്ടാണോ നിങ്ങളെ പരാജയപ്പെടുത്തിയത്, അതേ മേഖലയെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് ദൈവം ഒരു അധികാരം തരും. പിടികിട്ടിയോ? സ്തോത്രം. ഏതു മേഖലയാണോ നിങ്ങളെ തകർത്തത്, അതേ മേഖലയിൽ, ആ മേഖലയെ തന്നെ തിരിച്ചടിക്കാൻ, തിരിച്ചു നീക്കാൻ ഇന്ന് രാത്രിയിൽ ഈ ഉപവാസത്തിൽ ദൈവം ഒരു അധികാരം കൈമാറട്ടെ. അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ്? ഒന്ന് കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. Judaraba Shataraba Kataraba Ujasia Judaraba Shakataraba Ujasia YDB Kamdana Prabadalagadaga YDB Digadagajalagadasia YDB Digadagajalagadaga YDB Digadagajalagadaga Thuribi Digadagajalagadasia. Hallelujah, hallelujah. Praise the Lord. ഈ കൈയടിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ നോക്കുമായിരുന്നു. നമുക്ക് കൈ തന്നിട്ടുണ്ട്, 5 വിരലുണ്ട്, ആരോഗ്യമുണ്ട്. ഇതെല്ലാം ഉണ്ടാഞ്ഞിട്ട് നമ്മൾ കൈയടിക്കാത്തവരെ ഇപ്പം പറഞ്ഞ പോലെ ദൈവം തന്ന ഒരു താലന്താ. ആമീൻ. അത് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഞാൻ ഒരിക്കൽ ഒറീസയിൽ ചെന്നപ്പോഴേ കുഷ്ഠരോഗികൾ താമസിക്കുന്ന ഒരു കോളനിയിൽ, ഒറീസയല്ല ഹൈദരാബാദിൽ, ആമീൻ, ഒരു കോളനിയുണ്ട്. കുഷ്ഠരോഗികളാണ് മൊത്തം അവിടെ താമസിക്കുന്നത്. എൻ്റെ ഒരു ശിഷ്യൻ അവിടെ മിനിസ്ട്രി ചെയ്യുന്നുണ്ടായിരുന്നു അവരെ. അപ്പം ഞാൻ അവരുടെ ഇടയിൽ പോയപ്പോൾ ഒരു യോഗത്തിൽ ഇതുപോലെ കുഷ്ഠരോഗികളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വിരലൊന്നും ഇല്ല. അത് വിരലില്ലെന്ന് മാത്രമല്ല, മൊത്തവും ഭയങ്കര മുറിവ് അവരുടെ ശരീരത്തിൽ, മൊത്തം വ്രണങ്ങൾ. അവർ കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന കാണാം. ആ കയ്യടി കണ്ടാലുണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഇത് തിരിച്ചറിയുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ്. ഞാൻ ഈയിടെ ഒമാനിൽ സൂക്ഷിക്കാൻ ചെന്നപ്പോൾ റെനി തങ്കച്ചമ്പാസിൻ്റെ സോഹാറിലൊരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ ഫ്രണ്ടിലിരിക്കുന്ന 2 കൊച്ചു പിള്ളേരുണ്ട്. അതിൻ്റെ അകത്തൊരു കൊച്ചിന് ഇങ്ങനെ ഈ വിരലുകളില്ല, ഈ കൈപ്പത്തിയുള്ളൂ. അതിൻ്റെ ആരാധന കാണാം. ഞാൻ പല പ്രാവശ്യം ഞാൻ ആ ചർച്ചിൽ ശുശ്രൂഷിക്കുവാൻ പല വർഷങ്ങളായിട്ട് ഞാൻ പോകാറുണ്ട് ഒമാനിൽ. ആമേ, എൻ്റെ കൂടെ വരുന്ന പാസ്റ്റർമാർ അത് എപ്പോഴും എന്നോട് പറയും, ആ പിള്ളേരെ ആരാധന. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിരലില്ല. ആമേ. അപ്പോൾ ദൈവം തന്നത് നമ്മൾ ഉപയോഗിക്കണം. പറഞ്ഞ പോലെ ദൈവം തന്ന താലന്തുകൾ, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്നത് ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും വിട്ടുകൊടുത്താൽ നമ്മളിൽ വെളിപ്പെടുന്ന വലിയ വിടുതലുകളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എത്ര പേർ അതിനുവേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്? സാധാരണമേറിയ വിടുതലിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും ഒരാത്മമണ്ഡലം നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ കൃപാവരങ്ങളാൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ, അഭിഷേകത്താൽ ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. താലന്തുകൾ ഉപയോഗിക്കുന്നവരായി, പ്രയോജനപ്പെടുത്തുന്നവരായി ഇന്ന് രാത്രി മാറട്ടെ. ഹുഡാ മന രഗൽ കുടി രബജല ഘടക രഗജല ഘടക ധുരിബിരി ഘടക രഗജല ഘടകസി വൈഡക്കവനം ധൂരഘടകം ദീപൽ ഘടകം ചൂടഘടകം അടബലബടവം ജുഡിബിരി ഘടകം ധുരിബിരി ഘടകം ധുരബൽ ഘടകം ദീപൽ ഘടകം ജുഡബലബടവം ധുരിബിരി ഘടകം ധുരബൽ ഘടകം ധീര ഘടകം റീബൽ ഘടകം
ഉടബലപടവം ചുടിപിടികടകം ചുടബലപടവം ധുരിപിടികടകം ചുടിപിടികടകം ചുടബലപടവം അടിപിടികടകം ചുടവൽക്കടകം ധീരക്കടകം ധീരക്കടകം ദൂരക്കടകം അന്തൽക്കടകം ചൂടക്കടകം ധീവൽക്കടകം ചൂടക്കടകം ധീരക്കടകം അന്തപരച്ചം ധൂപനഘട്ടം ചൂടപരച്ചം വൈഡപരച്ചം ധൂപനഘട്ടി ചൂടപരച്ചം അന്തൽക്കടകം ദൂരക്കടകം ധീവൽക്കടകം ചൂടക്കടകം ധീവൽക്കടകം ധീരക്കടകം ചുടബലപടവം ചുടിപിടിപിടിപി കന്തൽക്കടകം ദൂരക്കടകം ധീവൽക്കടകം ചൂടക്കടകം അന്തൽ ഘടകം ചൂടക്കടകം ധീവൽ ഘടകം ചൂടക്കടകം ധീവൽ ഘടകം ദൂരക്കടകം അന്തൽ ഘടകം ചൂടക്കടകം ധീവൽ ഘടകം ചൂടക്കടകം ധീവൽ ഘടകം. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ, ആത്മശക്തിയാൽ നിറയട്ടെ, ആത്മശക്തിയാൽ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ റിബാ ബാബാ 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 റിഖ ബാബാ 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 ജൂഡാ ബാബാ 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 ഹുഡബലഘടക വൈഡിപിടിഘടക ജലഘടക വൈഡിപിടിഘടക ജലഘടകസി ജുഡബലഘടക വൈഡിപിടിഘടക ജലഘടക ധുരിപിടിഘടകസി വൈഡിപി കമ്പന പ്രഭജലഘടക ധുരിപിടിഘടക ജലഘടക വൈഡിപിടിഘടക ജലഘടകസി. ഓ ശബബബബബബബബബബ ഹദരമനഘടക ജലഘടക ജനാദി. ഹല്ലേലൂയ. നമ്മീ താലന്തുകളെ ദൈവം തന്നതിനെ തക്കത്തിൽ ഉപയോഗിക്കുക. ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് കൃപാവരം അത് കൈകാര്യം ചെയ്യുന്ന ഒരു മടിയും കൂടാതെ ദൈവം ഏൽപ്പിച്ചത് ചെയ്യുന്നവരുടെ കയ്യിൽ ദൈവം അതെന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ചിലരിങ്ങനെ പറയും, അയ്യോ ഉള്ളവർക്ക് തന്നെ വീണ്ടും ദൈവം എന്ത് ചെയ്യാണേ കൊടുക്കുക. നമ്മളിങ്ങനെ പറയത്തില്ല, സമ്പത്താണെങ്കിലും ഉള്ളവർക്ക് തന്നെ വീണ്ടും കൊടുക്കുക. ഹലോ, ഉള്ളവർക്ക് തന്നെ വീണ്ടും കൊടുക്കുക. സത്യത്തിൽ നമ്മുടെ കയ്യിലും തന്നു, നമ്മൾ അതെന്ത് ചെയ്തില്ല? പ്രയോജനപ്പെടുത്തിയില്ല. പ്രയോജനപ്പെടുത്താതിരുന്നപ്പോൾ ഇതുപോലെ ഈ ഒത്തിരി പേര് പ്രയോജനപ്പെടുത്താതിരിക്കുന്നവരെ മേടിച്ച് അങ്ങോട്ട് ദൈവം തന്നത് പ്രയോജനപ്പെടുത്തുന്നവരെ കൊടുക്കുമ്പോഴാണ് അവരിൽ അത് ഒത്തിരി ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ തിരുവല്ല സ്റ്റേഡിയത്തിലെ ഒരു യോഗം നടത്തി കഴിഞ്ഞ അതേ വർഷത്തിൽ വീണ്ടും ഞാൻ അടുത്ത യോഗം നടത്തുക. അപ്പോൾ അടുത്ത യോഗം നടത്തുന്നതിൻ്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഇട്ടു കണ്ടപ്പോഴത്തേക്കിന് തിരുവല്ലായി ടൗണിലുള്ള ഒരു പാസ്റ്ററെ വിളിച്ചു. എൻ്റെ ബ്രദറിൻ്റെ ഫോണിലാണ് വിളിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം സ്പീക്കറെ വെച്ചിരിക്കുക, ഞാനും അവിടെ നിന്ന് കേൾക്കുക. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ മാത്രം നടത്തി വെച്ചാൽ മതിയോ യോഗം? ഭയങ്കര ദേഷ്യപ്പെട്ട ചോദിക്കുന്നത്, നിങ്ങൾ മാത്രം നടത്തി വെച്ചാൽ മതിയോ? നിങ്ങൾ ഒരു യോഗത്തിന് ചെലവാക്കുന്ന കാശുണ്ടെങ്കിൽ ഞാനൊരു 100 യോഗം എന്ത് ചെയ്യും? നടത്തും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത, ഞാൻ ഈ കാശെല്ലാം വെച്ചോണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാണേ നടത്തുക. അതും പട്ടണത്തിലെ മെയിൻ സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു ചർച്ച എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഞാൻ നടത്തിയപ്പോൾ എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ 0 ബാലൻസിൽ ഇറങ്ങി നിന്നാ ഞാൻ നടത്തുന്നത്. എൻ്റെ ബാലൻസ് 0യാ, എൻ്റെ ബലം മൊത്തം ദൈവമാണ്. അപ്പോൾ ഇവരുടെ പറച്ചിൽ കേട്ടപ്പോൾ ഞാനെന്തോ കോടികൾ എടുത്ത് വെച്ചിട്ട് ആ കോടികൾ എടുത്ത് കുറേശ്ശെ എന്ത് ചെയ്യുകയാണേ ചെലവിടുന്ന പോലെ അല്ല. എൻ്റെ അകത്ത് തന്ന വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങി നിന്നപ്പോൾ ദൈവം എന്നെ വീണ്ടും നിയോഗങ്ങൾ തന്നു. അടുത്തത് ചെയ്യാൻ പറഞ്ഞു, ഓരോന്ന് ചെയ്യാൻ പറഞ്ഞു. അതിനുവേണ്ടി അത് ആരിറങ്ങി നിൽക്കുന്നോ ദൈവം അവരെ ഉപയോഗിക്കും. പിടികിട്ടിയോ? ആരിറങ്ങി നിൽക്കുന്നോ ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിക്കും. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആര് വിശ്വസിച്ചിറങ്ങി നിൽക്കുന്നോ ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വിശ്വസിച്ച്. കൃപാവരം തന്നത് ഉപയോഗിച്ചില്ലെങ്കിൽ, അഭിഷേകം തന്നത് ഉപയോഗിച്ചില്ലെങ്കിൽ, സാമ്പത്തികം തന്നത് ദൈവവേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന വാഹനം, ദൈവം തന്നതെല്ലാം ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ തിരിച്ചെടുക്കുമെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി പറ, ഞാൻ വ്യാപാരം ചെയ്യും, ഞാൻ പ്രയോജനപ്പെടും, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കും, എനിക്ക് തന്നതെല്ലാം ഞാൻ കൊടുക്കും, എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രിയിൽ അത് വെളിപ്പെട്ടു വരട്ടെ. ദൈവശക്തി ഇന്ന് രാത്രിയിൽ അത് വ്യാപരിക്കപ്പെടട്ടെ.
Oh, Rab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 a, Judabaragadagadagadaladi, Prabadalagadaga, Thudibidagadagadagadaga, Shamdhanaragasia, Prabadalagadaga, Thudibidagadagadagadaga, Vaidibidagadagadagasi, Vaidibidagadagadagadaga, Thudibidagadagadagadaga, Thura Prabadaladia, Shamdal Kabalagadaga, Vaidibidagadagadagasi, Vaidibidagadagadagadaga, Vaidibidagadagadagadaga, Shasia. Hallelujah. അപ്പോൾ ആമേൻ, എന്നെ ഏൽപ്പിച്ച ആ ദൈവശബ്ദത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ആമേൻ. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാ. പക്ഷെ ഒരിക്കലും യേശു എന്ത് ചെയ്യത്തില്ല, ഒരു വീടും തള്ളി തുറന്ന് എന്ത് ചെയ്യത്തില്ല, കേറത്തില്ല. യേശു വാതിക്കൽ നിന്ന് എന്ത് ചെയ്യും, മുട്ടും. അവന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് തുറക്കണം ചില ഹൃദയങ്ങൾ. ഇവിടെ രാവും പകലും പാസ്റ്റർമാര് വന്ന് പ്രസംഗിക്കുന്നു, കർത്താവിൻ്റെ ശബ്ദം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് ആരെങ്കിലും വിശ്വസിച്ച് ഇതിൻ്റെ അകത്തൊരാളെങ്കിലും ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവാ. ഈ സഭയോട് കൂടി, ഈ സഭ അതിനു വേണ്ടി തുറന്നു കൊടുത്താൽ ഈ സഭ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാ, വീര്യപ്രവർത്തികളെ കാണാൻ പോകുകയാ, വിടുതലിൻ്റെ ശുശ്രൂഷകൾ ഇതിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകളെ തടഞ്ഞത്, നന്മകളെ തടഞ്ഞത്, കൃപാവരങ്ങളെ തടഞ്ഞത്, ഉണർവിനെ തടഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ ഈ ഉപവാസത്തിൽ വീണ്ടും ദൈവാത്മാവ് ആരംഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടപ്പെട്ടവരുടെ കെട്ടുകൾ ദൈവാത്മാവ് അഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതം ഇതിന്റെ അകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ റബ ഹസല റബല ചുടബര ഘടക രഗജല ഘടക രഗജല ഹോ ഹോ യെസ് 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 ചുടബല ഘടക രഗജല ഘടക വൈഠബല ഘടക ചുടബല ബടബല ധുരബല ബടബല ചുടബല ബടബല Judabala Durabala Badabala Judabala Gadaga Rigadala Gadaga Digala Gadaga. Why do we come the Prabadala Gadaga Duribidi Gadaga Regadala? Why do we come the Kabala Gadaga Rebel Kabala Gadagasi Judibidi Gadaga Delagadaga? Why do we Gadaga Delagadaga Dura Prabadala Gadagasi? Shubinda Namatil, Shubinda Namatil, Shubinda Namatil, Shubinda Namatil, Shubinda Namatil, Shubinda Namatil. Oh Riba Papa 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 Juda Papa 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 Digala Kadaga Digala Kadaga Digala Kadaga Digala. Why do we come the Prabadala Gadaga Thudibidi Gadaga Rigadala Gadaga Digala Gadaga si Judabala Gadaga Vaidibidi Gadaga Jalagadaga Vaidibidi Gadaga Jalagadaga Dhura Proude Rivala Gadagi Dalagatam Judabaracham Vaidabaracham Dhurana Hamdal Kalam Juda Kadagam Dhiral Kadagam Dhirana Hamdabaracham Dhubalagati Judabarachala Vaidabana Hamdabarachala Vaidabarachala Dhubalagandala Vaidabana Judabarachala Vaidabarachala Dhubalagandala Vaidabana Judabarachala Vaidabarachala Dhibalagandala Vaidabana Juda Kadagam Dhirana Hamdal Kadagam Dhirana, Vaida Kadagam Dhirana, Juda Kadagam Dhirana, Vaida Kadagam Dhurana, Juda Barachala Vaidavana, Dhubalagadaga Shamdalava, Juda Barachala Vaidavana, Hamda Barachala Judavana, Juda Barachala Vaidavana, Hamda Barachala Judavana, Juda Barachala Vaidavana, Juda Barachala Vaidavana, Hamda Barachala Dhuravana, Juda Barachala Vaidavana, Vaida Barachala Dhuravana, Juda Barachala Vaidavana, Hamda Barachala Judavana. Vaida Barachala Dhuravana, Vaidal Kadagam Dhurana, Vaida Kadagam Dhurana, Shamdal Kadagam Dhirana, Juda Kadagam Dhirana, Shamda Baracham Dhurana, Vaida Baracham Dhurana, Vaida Baracham Dhurana, Dibal Kadagam Judana, Dibal Kadagam Judana, Vaida Kadagam Dhirana, Shamda Baracham Dhurana, Vaida Baracham Dhurana, Dibal Kadagam Judana, Hamdal Kadagam Dhiral Kadagam Dibal Kadagam Juda Kadagam Dibal Kadagam. Yes, 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 Juda Baba, Baba, Juda Barachala Vaidavana, Juda Barachala Vaidavana, Juda Barachala Vaidavana, Juda Barachala Vaidavana, Dhubala Kamtala Vaidavana,
പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഭാഷാവരങ്ങളായി, കൃപാവരങ്ങളായി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഓരോ തലമുറകളുടെ മേലും, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് രാത്രി അധികാരത്തിന്റെ ശുശ്രൂഷകളായി, വിടുതലിന്റെ ശുശ്രൂഷകളായി, കൃപാവരങ്ങളായി ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റക ബക ലക സിക്കി ബക താല റക ഓ റിക്കി ബക ലക സിക്കി ബക താല റക ഓ റിക ബക ലക സിക്കി ബക താല റക ഓ ജൂഡ ബാല റിക ബാല ജൂഡ ബാല റിക ഓ ജൂഡ വരച്ചല വൈഡവ രച്ചല കംദവ രച്ചല ദൂര ഓ ജൂഡ വരച്ചല വൈഡവ രച്ചല കംദവ രാജല ദൂര വരച്ചല വൈഡവ രാജല വൈഡവ രച്ചല ഓ ശബബബബബബബബ വൈഡി ബിരി ഗഡഗ ജല ഗഡഗ വൈഡി ബിരി ഗഡഗ ജല ഗഡഗ തുരി ബിരി ചുടബലവടവം ചുടബലവടവേ റിവരേ ഗഡഗേ റീവാല ഹംദൽ ഘടകേ ധീര ഘടകേ റീഗൽ ഘടകേ ധീരാന ചൂടവരച്ചല വൈഡവര ഹംദവരച്ചല ദൂരവന വൈഡവരച്ചല ദൂരവന ചൂട ഘടകം ധീരാല വൈഡ ഘടകം ധീരാല ചൂട ഘടകം ധീരാല വൈഡ ഘടകം ധൂരാന റീവൽ ഘടകം ചൂടാന ഹംദൽ ഘടകം ധീരാല ചൂടവരച്ചല വൈഡവന അർത്ഥവരാധന വൈഡവന ശബ്ദവരാധന വൈഡവന ചൂടവരാധന വൈഡവന ഹംദവരച്ചല ദൂരവന വൈഡവരച്ചല ദൂരവന ചൂടവരച്ചല വൈഡവന ഹംദൽ ഘവന ധീര ഘടക റീഗൽ ഘടക റീഗൽ ഘടക ആ ദൈവശക്തി ആവരിക്കട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ, ദൈവശക്തി ആവരിക്കട്ടെ. ഓ ബാബാ ബാബാ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, അന്യായ കെട്ടുകൾ അഴിയട്ടെ. സമ്മതം കൂടാതെ ബന്ധിച്ച ബന്ധനങ്ങൾ, അറിവ് കൂടാതെ ബന്ധിച്ച ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസത്തിന്റെ 12ാമത്തെ രാത്രിയിൽ സഭയ്ക്കകത്ത് നിന്ന്, കുടുംബങ്ങൾക്കകത്ത് നിന്ന്, വ്യക്തികളിൽ നിന്ന്, ഈ ദേശത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷ വെളിപ്പെടാതെ, ദൈവപ്രവൃത്തി വെളിപ്പെടാതെ തടയുന്ന ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അത് വഴിമാറട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. സ്തോത്രം. നമ്മുടെ സമ്മതം കൂടാതെ നമ്മളെ ബന്ധിക്കുന്ന ബന്ധനങ്ങളാ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. പലപ്പോഴും പിശാച് നമ്മളെ ബന്ധിക്കാൻ കാരണം, ആമീൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ നാളുകളെ കാണി സമാധാനവും സന്തോഷവും ഭൗതിക നന്മകളും ഉയർച്ചകളുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളിൽ ദൈവം തന്നില്ലേ? തന്നു. ഇത് പിശാചിനൊട്ടും എന്ത് ചെയ്യത്തില്ല, ഇഷ്ടമല്ല. പിശാചിനാണ് ഇഷ്ടമല്ലാത്ത. പിശാചിന് ഇഷ്ടമല്ലാതാകുമ്പോൾ പിശാച് എപ്പോഴും അവൻ്റെ ചില ആയുധങ്ങളുണ്ട്. അവന് പ്രവർത്തിക്കണമെങ്കിൽ ഭൂമിയിൽ അവൻ്റെ വ്യക്തികളെ അവൻ എന്ത് ചെയ്യും? ചിലരെ ഏജന്റ് നിർത്തിയിട്ടുണ്ട്, ആളുകളുണ്ട്. അവരെ പിശാച് എന്ത് ചെയ്യും? കയ്യിലെടുക്കും. കയ്യിലെടുത്തിട്ട് അവരിൽ കൂടിയാണ് നമുക്ക് നേരെ എന്ത് ചെയ്യുന്നത്? പോരാടുന്നത്. മന്ത്രവാദം ചെയ്യാനോ ആഭിചാരം ചെയ്യാനോ ശുദ്ധര പ്രവർത്തികൾ ചെയ്യാനോ പോകും. പലരും പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് പിശാചിനെ അല്ല, നമ്മൾ പലപ്പോഴും കാണുന്നത് നമ്മുടെ അയൽവക്കക്കാരെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമുക്ക് നേരെ ശത്രുത പുലർത്തുന്ന വ്യക്തികളെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനം 6 അധ്യായത്തിൽ 12ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആമേൻ, നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല. ശ്രദ്ധിച്ച്, നമുക്ക് ജഡരക്തങ്ങളോട് എന്തില്ല? പോരാട്ടം ഇല്ല. പലപ്പോഴും നമ്മൾ പോരാടുന്നത് ജഡത്തോടും രക്തത്തോടുമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? പോരാടുന്നത്. ഒരാളൊരു വിഷയമായിട്ട് നമുക്ക് നേരെ വന്നാൽ നമ്മൾ തിരിച്ച് ആ വ്യക്തിക്ക് നേരെ എന്ത് ചെയ്യും?
നിൽക്കും. പക്ഷെ ആ വ്യക്തിയിൽ പിന്നിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിന് നേരെ ആരും എന്ത് ചെയ്യുന്നില്ല? യുദ്ധം ചെയ്യുന്നില്ല. അതിനെ ആരും കാണുന്നില്ല. ഹലോ, പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ നമ്മൾ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന വ്യക്തിനെ ആയിരിക്കും കാണുന്നത്. പല രീതിയിലുള്ള ആഭിചാര പ്രവർത്തികൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചിലരെ ചെയ്തുകൊണ്ടിടാറുണ്ട്. പലരും അങ്ങനെ പലതും കാണാറുണ്ട്, ഒക്കെ ചെയ്യും. ആമീൻ. ഈയിടെയാണെങ്കിൽ ഞങ്ങളുടെ തിരുവല്ല നെരണത്തുള്ള മാവേലിക്കരയിലുള്ളൊരു മോനെ, ആമീൻ, അവൻ മദ്യപിച്ച് ആ വീട് മൊത്തവും തല്ലി തകർക്കും. അപ്പനെ അമ്മയും തല്ലും. ഒരു പയ്യൻ, അവനങ്ങ് ഭ്രാന്ത വല്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഇതാ. അങ്ങനെ അവൻ്റെ അമ്മാച്ചൻ ഒരാൾ പാസ്റ്റർ, എന്നെ അറിയാം. അങ്ങനെ അവരെല്ലാം കൂടെ കൂടി ഈ പയ്യനെ പിടിച്ചു കെട്ടി തിരുവല്ല ഞങ്ങളുടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കാൻ. എല്ലാവരും കൂടെ കൂടിയോ കേട്ടോ, ഇവൻ്റെ അമ്മയുണ്ടോ, എല്ലാവരും കൂടെ കൂടി പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ എൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിപ്പിച്ചു. കർത്താവ് അവനെ തൊട്ട് ദൈവം അവനങ്ങ് വിടുതൽ കൊടുത്തു. അവൻ്റെ കെട്ട് ദൈവം അഴിച്ചു. ഇവൻ തിരിച്ച് എന്നെ പ്രയോജനപ്പെടാൻ തുടങ്ങി. അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. മിനിസ്ട്രിക്കകത്ത് പോലും കയറി വന്നു. പക്ഷേ ഈ കഴിഞ്ഞിടയിൽ ഞാൻ സൗദിയിൽ ഈയിടെ ഉള്ളപ്പോൾ ഈ ഞങ്ങളുടെ കോവിഡിൻ്റെ സമയത്ത് ആരംഭിച്ച സൂം മീറ്റിംഗ് ഉണ്ട്, രാവിലെയും വൈകിട്ട് ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് സമയം കിട്ടിയപ്പോൾ സൂമിൽ കയറി പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരിങ്ങനെ കയറും. അപ്പോൾ ഒത്തിരി പേരുണ്ട്, തകർന്നവർ, വിഷമത്തിലിരിക്കുന്നവർ. അപ്പോൾ ഈ സൂമിൻ്റെ അകത്തൂടെ തന്നെ ഒത്തിരി പേരെ ബന്ധനങ്ങൾ അഴിയുന്നതും വിടുതൽ പ്രാപിക്കുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ആ ദിവസങ്ങളിൽ ശുശ്രൂഷ, ഒരു ദിവസം ശുശ്രൂഷ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ട് ആ പയ്യന് കുറേ ആഭിചാരത്തിൻ്റെ സാധനങ്ങൾ എൻ്റെ ഫോണിലുണ്ട്, വീഡിയോ എനിക്ക് ഇട്ട് തന്നിരിക്കുക. അവരുടെ വീട്ടിൽ 5 പേരാ ഉള്ളത്. 5 മുട്ട ഒരു മുട്ടയും കണ്ട് പുഴുങ്ങിയതാണ്. എന്നിട്ട് അവത്തേൽ ആണി അടിച്ചിട്ട് ഈ 5 മുട്ടയിലും കെട്ടിയിട്ടുണ്ട്. ഈ ഒരെണ്ണത്തേൽ ആണി അടിച്ച് അവത്തെ ഈ ചുറ്റിനും 4 എന്ത് ചെയ്തിരിക്കുക, കെട്ടി. ഇതൊരു വലിയ പായ്ക്കടാക്കി അതിൻ്റെ അകത്ത് മുന്തിരിച്ചാറ് പോലെ വേറെന്തോ സാധനമുണ്ട്. ഇതെല്ലാം കൂടെ കൊറിയർ അവൻ അയച്ചു കൊടുത്തു. കൊറിയർ. അപ്പോൾ ഇത് കൊറിയർ അയക്കാനൊക്കെ കാശ് വേണ്ടേ? സംഭവം ചെയ്യാനും കൊറിയർ അയക്കാനും ഒക്കെ കാശ് വേണ്ട. അത് നമ്മൾ കൊടുത്തിട്ടാണോ അവർ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ കൊടുക്കണ്ട, അവർ ചെയ്തോളും. അവരെന്ത് ചെയ്തോളും? ചെയ്തോളും. അപ്പോൾ ഈ പയ്യൻ ഈ സംഭവം ചെന്നിട്ട് ഇവൻ ഇതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. മാവേലിക്കരയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാർ പറഞ്ഞു, അവർ പേടിച്ചു പോയി. അവർ പേടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വെച്ച് പൊട്ടിക്കണ്ട, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ലാസ്റ്റ് കൂട്ടിച്ച് എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അവനിങ്ങനെ കമ്പും കൊണ്ട് അതല്ല എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് കണ്ടോ, ഇത് ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ സംഗതി വെളിപ്പെട്ടത് കണ്ടോ എന്ന് ചോദിച്ചോണ്ട്. അപ്പോൾ ഒരിക്കലും ഒരുത്തൻ നന്നാകല്ലേ, അവൻ സമാധാനം ഉണ്ടാകല്ല, അവൻ മൂലം ആ വീട് നശിക്കണോ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ കൊറിയർ പിശാച് നേരിട്ട് അയച്ചതല്ല, കൊറിയറൊക്കെ അയക്കാൻ ആളുകളുണ്ട്. ഞാൻ പറയുന്ന സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിനെല്ലാം ആളുകൾ എന്ത് ചെയ്യുകയാണേ, നിൽക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ വല്ലതും കാശ് കൊടുത്തിട്ടാണോ? ഒന്നുമല്ല. ആമേൻ. ചിലരിങ്ങനെ പറയും, പാസ്റ്ററെ അവിടെ മതിലെ കൊണ്ട് മുട്ട വെച്ചു. ചിലർ പറയും തകിട്. ചിലർ പറയും ചില്ലറ എപ്പോഴും എന്ത് ചെയ്യും, ചില വീടിൻ്റെ മണ്ണിൻ്റെ അകത്ത് എപ്പോഴും എന്ത് ചെയ്യും. ഈയിടെ ഞങ്ങളുടെ ചർച്ചക്കോട്ടിലെ തിരുവല്ലായിൽ ഒരു ഫാമിലി എന്നെ വിളിച്ചുകൊണ്ട് പോയി. സിറ്റൗട്ടിൽ എന്നും 1 രൂപയുടെയും 2 രൂപയുടെയും തൊട്ട. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ അയ്യോ ഞങ്ങളത് പ്രാർത്ഥിച്ചെടുത്ത് അപ്പുറത്തെ പറമ്പിലേക്ക് എന്ത് ചെയ്യും, കളയും. ഞാൻ പറയും, എൻ്റെ പോലെ വേലയ്ക്ക് കാശില്ലാതിരിക്കുക, നിങ്ങളതെല്ലാം കൂടെ ഒരു കുടുക്കയെടുത്ത് കുടുക്കകത്തിട്ടിട്ട് ഞാൻ വരുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, ഇനി തരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, മുട്ടയൊക്കെ എന്ത് ചെയ്യും, കളയുമോ? ഞാൻ പറഞ്ഞു, മുട്ടയ്ക്കൊക്കെ എന്നെ വില, ഓംപ്ലേറ്റ് അടിച്ച്. സ്തോത്രം. ചുമ്മാതല്ല, ഇതെല്ലാം പൈശാചിക മേഖലയുടെ പ്രവർത്തനമാണ്. ആളുകൾക്ക് പേടിയാ. പലരും എന്ത് ചെയ്തിരിക്കുക, ഇതെന്താണെന്നറിയാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഈ എടുക്കുന്ന ടോപ്പിക്ക്, സമയമില്ല എങ്കിലും ഞാൻ വേഗത്തിൽ ശാന്തമായിട്ട് അത് പറഞ്ഞു വിട്ടിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പൈശാചിക മേഖല അപ്പം നേരിട്ടല്ല, വ്യക്തികളിൽ കൂടി ഈ ചില്ലറ എറിയാനൊക്കെ ആളുകളുണ്ട്. ഇന്ന് CCTV ഒക്കെ വെച്ച് പലരും ഇതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് അവരോടങ്ങ് ഭയങ്കര യുദ്ധമാണ്. ആരോട്? ഇത് ചെയ്യുന്നവരോട്. നമ്മൾ അവരോട് ജഡരക്തങ്ങളോട് യുദ്ധം ചെയ്യാൻ പോയാൽ നമ്മുടെ ആയുഷ്കാലം മൊത്തം നമ്മൾ അവരോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, യുദ്ധം ചെയ്യും. നമുക്ക് ജയം ഉണ്ടാകത്തില്ല.
നമുക്ക് ജയം ഉണ്ടാകണമെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ഒരു ജയം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങൾക്കൊരു മർമ്മം പറയാം. ഒരിക്കലും നിങ്ങൾ ജഡരക്തങ്ങളോട് എന്ത് ചെയ്യരുത്? പോരാടാൻ, യുദ്ധം ചെയ്യാൻ പോകരുത്. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിടികിട്ടിയോ? അതാരുമായിക്കൊള്ളട്ടെ, ബന്ധുക്കളാകാം, കൂട്ടുകാരാകാം, ഫ്രണ്ട്സാകാം, ആരുമായിക്കൊള്ളട്ടെ. ആരോട് നമുക്ക് ജഡരക്തങ്ങളോട് എന്തില്ല? പോരാട്ടം ഇല്ല. പല രീതിയിൽ പലരും ഇനി ചിലരൊന്നും ഈ സ്നേഹം കാണിച്ചോണ്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത് സ്നേഹം കാണിച്ചോണ്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ബഹറിൽ ഒരു പാസ്റ്ററിൻ്റെ കുടുംബം, ആമേൻ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കിന് അവിടുത്തെ ഒരു മോളെ +2 കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് കയറാൻ വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഇങ്ങനെ അവളെ ചൊല്ലി അമ്മ അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് കൊച്ചുമായിട്ടൊന്ന് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നിൻ്റെ മുടി നീ ആർക്കാ കൊടുത്തത്? ഇല്ല, ഞാൻ മുടിയൊന്നും ആരും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചിന്തിച്ച്. എൻ്റെ കൂട്ടുകാരി മുടി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇത് വരച്ചിട്ട് അവൾ അവത്തിൽ നിന്ന് ഇവത്തിൽ നിന്നും എന്ത് ചെയ്തു? ഇങ്ങനെ കൂട്ടി എന്ത് ചെയ്തു? യോജിപ്പിച്ചു, ഒരു പ്രത്യേക ഇത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അത് അവളങ്ങ് കൊണ്ടുപോയില്ലേ? അത് അവിടെ കയ്യിലിരിക്കുക, അവൾ കൊണ്ടുപോയി, അത് അവിടെ കയ്യിലിരിക്കുക. ഏറ്റവും സ്നേഹമുള്ള ഒരു മുസ്ലിം കൂട്ടുകാരിയാണ്. അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചത് നോക്കുമ്പോൾ, ഇല്ല, എനിക്ക് മറന്നിരിക്കുമായിരുന്നു. അങ്കിള് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. സ്തോത്രം. അപ്പം ഞാൻ പറയുന്നത് ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാരിയാണ്. പക്ഷെ അവള് കയറിപ്പോണം, ഇവള് പോകാതിരിക്കാൻ വേണ്ടി ബന്ധിച്ചൊരു സംഭവമാണ്. ബന്ധിച്ച് അത് അവിടെ കൊടുത്തു. അവള് അവളുടെ രീതി അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അത് കൊണ്ടുപോയി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയ. ഞാൻ പറഞ്ഞ കാര്യം, ഇതുപോലെ ഓരോ മേഖലകളിൽ ചിലപ്പോൾ നമുക്ക് പലരെയും കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അവരോട് പോരാടിയിട്ട് കാര്യമില്ല. വീണ്ടും അവരെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ സ്നേഹിച്ചോ കാണാൻ കഴിയുന്നൊരു കണ്ണും മനോഭാവവും നമുക്കുണ്ടാകണം. എന്നിട്ട് മറിച്ച് അവരിൽ പിന്നിൽ വ്യാപരിക്കുന്ന നമ്മൾക്ക് നേരെ പോരാടിയ പിശാചില്ലേ, നമ്മളെ തകർക്കാൻ നോക്കിയ, അതിനോട് നമ്മൾ യോജിക്കല്ലേ, അതിന് കൈ കൊടുക്കാൻ പോകരുതേ. അതിന് നേരെ ശക്തമായിട്ട് എതിർക്കണം. അതിന് നേരെ ആത്മാവിൽ പോരാടണം. ആത്മാവിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ആത്മാവിലാണ് കേട്ടോ. ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ നമ്മൾ ജയം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നു? ഇന്ന് രാത്രി ചില മേഖലകളിൽ ഇതുപോലെ പലരും കുടുക്കിയ ചില മേഖലകൾ, തകർക്കാൻ നോക്കിയ ചില മേഖലകളെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ജയത്തെ നൽകിത്തരുന്ന, വിടുതൽ നൽകിത്തരുന്ന ഒരാത്മശക്തി ഇതിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. അന്തരജാല വൈഡപരച്ചം ധൂപലകെട്ടി ജാലകടത്ത പട്ടകടത്തി അമ്പൽക്കാലം വേദിക്കെട്ടി ദൂരക്കെട്ടി പട്ടക്കെട്ടി പട്ടം കെട്ടി ചൊല്ലിക്കെട്ടി അട്ടപടച്ച പട്ടകടത്തി ധൂപലകെട്ടി ജാലകടത്ത പട്ടകടത്തി ധൂപലകെട്ടി കട്ടക്കെട്ടി അഴിയട്ടെ. കുടുംബങ്ങൾക്ക് നേരെ, വ്യക്തികൾക്ക് നേരെ, തലമുറകൾക്ക് നേരെ ചെയ്ത്തുവെച്ച ചെയ്ത്തി ശക്തികൾ, പൈശാചിക ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയണം. അഴിക്കെ Praise the Lord. Hallelujah.
ഇങ്ങനെയൊക്കെയുള്ള മേഖലകളൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് പഠിക്കാനോ പഠിച്ച് മുന്നോട്ട് പോകാനോ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. ഫ്രണ്ട്സ് എന്നുള്ള ലെവലിൽ കയറി വരുന്ന ചില പൈശാചിക മേഖലകളുടെ ചില സ്വാധീനങ്ങളാണത്. അത് ചില കുഞ്ഞുങ്ങളെ പോലും എന്ത് ചെയ്യും, ബന്ധിച്ച് തകർക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഈ ഫാസ്റ്റിംഗ് ആ മേഖലയിൽ ഒരു വിടുതലിനെ കൊണ്ടുവരണം. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പൈശാചിക മേഖല. ചിലരെ അശുദ്ധാത്മാവിൽ കൂടി ദുരാത്മശക്തികളെ പറഞ്ഞു വിട്ട് ബന്ധിക്കും. മറ്റൊരു മേഖലയാണ് ഭക്ഷണത്തിൽ കൂടി എന്ത് ചെയ്യും, ഭക്ഷണപാനീയത്തിൽ കൂടി പിശാച് ബന്ധിക്കും. നമുക്കൊന്ന് നോക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം ഒന്ന് എടുത്താട്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 20:14 ഒന്ന് വായിച്ച്. യോബ് 20:14. അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ അത് സർപ്പവിഷമായി തീരും. അത് സമ്പത്ത് മിഴുങ്ങിക്കളഞ്ഞു. അത് വീണ്ടും നീ ഛർദ്ദിക്കേണ്ടി വരും. ദൈവം നിന്റെ വയറ്റിൽ നിന്ന് അതിനെ പുറത്താക്കി കളയും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ചു. ആഹാരം എല്ലാം കുടലിൽ പരിണമിച്ച് കിടക്കുവോ? ഇല്ല. പക്ഷെ ഇത് എവിടെ കിടക്കുകയാണ്? കുടലിൽ. ബൈബിള് പറയുക, പരിണമിച്ചിട്ട് ഉള്ളിൽ അത് സർപ്പവിഷമായി തീരും. സർപ്പത്തിൻ്റെ വിഷം എത്രത്തോളം ഉണ്ടോ അതിന് തുല്യമായി ഈ ആഹാരം തീരും. എന്നിട്ട് പറയുക, ഇതകത്ത് കിടക്കുന്നത് സമ്പത്ത് മിഴുങ്ങിക്കളയും. സമ്പത്ത് മിഴുങ്ങും, ആരോഗ്യം മിഴുങ്ങും, കുടുംബജീവിതം മിഴുങ്ങും, വിദ്യാഭ്യാസം മിഴുങ്ങും. അകത്ത് കിടന്ന് പലതും എന്ത് ചെയ്യും, മിഴുങ്ങും. നമുക്ക് ഈ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗമാണെങ്കിൽ മെഡിസിൻ എടുത്താൽ, നല്ല ഡോക്ടേഴ്സിനെ കണ്ടാൽ സൗഖ്യമാകും രോഗമാണെങ്കിൽ. പക്ഷെ രോഗബന്ധനമാണെങ്കിൽ എത്ര മെഡിസിൻ എടുത്താലും നിങ്ങളുടെ പോകും തോറും, ഹോസ്പിറ്റലിൽ പോകും തോറും നിങ്ങളുടെ സമ്പത്ത് മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മെഴുകിക്കൊണ്ടിരിക്കുക, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സൗഖ്യം എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നുമില്ല. സ്കാനിങ്, എക്സ്റേയും എല്ലാ സംഭവം എടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും ഈ ബന്ധനം എന്ത് ചെയ്യത്തില്ല, വെളിപ്പെടുത്തില്ല. അതിൻ്റെ അകത്ത് അവർ പറയും ഒരു വിഷയമില്ല. പക്ഷേ ഇത് വഹിക്കുന്നവർക്കറിയാം വിഷയമാണേ. പിന്നെ ചുമ്മാതെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. വിഷയം ഉണ്ടായിട്ടല്ലേ പോന്നേ. പക്ഷെ അവിടെ വെളിപ്പെടുന്നില്ല. അവിടെ വെളിപ്പെടുന്നില്ലെങ്കിൽ ഓർത്തോ ഇത് ബന്ധനമാണ്. പിടികിട്ടിയോ? വെളിപ്പെടുന്നില്ല. പിന്നെ അവിടെ കൊണ്ടുപോകുന്നു, ഇവിടെ കൊണ്ടുപോകുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപകളൊക്കെ ചെലവാക്കിയവരെ അറിയാം. അങ്ങനെ ഒരു സ്ത്രീ ആയിരുന്നു, 12 വർഷമായിട്ടുള്ള രക്തസ്രാവമായ സ്ത്രീ. അവിടെ മുതൽ വഴി എല്ലാം എന്ത് ചെയ്തു, വിറ്റു. മൊത്തം വിറ്റ് ലാസ്റ്റ് അവൾ തെരുവിലായി. മൊത്തം വിറ്റു. പക്ഷെ അവിടെ മേലൊരു ദുരാത്മ ബന്ധനമായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. ബൈബിൾ പറയുന്നു അവിടെ രോഗം സൗഖ്യം എന്നല്ല, അവിടെ ബാധ അവളെ വിട്ടുപോയി. അപ്പോൾ അതൊരു ബാധയായിരുന്നു. ഇതുപോലെ പൈശാചിക മേഖലയിൽ ബന്ധിക്കപ്പെടുന്ന ചില മേഖലകളുണ്ട്. അതിനാണ് രോഗബന്ധനം എന്ന് പറയും, അല്ലെങ്കിൽ രോഗാത്മാവ് ബാധിച്ചൊരു സംഭവം. അത് ഒരു ബാധയാണ്. ഈ മേഖലയും മന്ത്രവാദത്തിൽ കൂടി, ആഭിചാരത്തിൽ കൂടിയൊക്കെ എന്ത് ചെയ്യും, ബന്ധിക്കുന്ന ഒരു മേഖലയാണ്. ഇതകത്ത് വന്ന് ഇതിങ്ങനെ കുടലിൽ പരിണമിച്ച് കിടന്നിട്ട്, ഇല്ലെങ്കിൽ അകത്ത് കിടന്നിട്ട് ഇത് നമ്മുടെ സമ്പത്തുകൾ മിഴുങ്ങും, നമ്മുടെ ആരോഗ്യം മിഴുങ്ങും, നമ്മുടെ സൗന്ദര്യം മിഴുങ്ങും, ചിലരുടെ കുടുംബജീവിതം മിഴുങ്ങും, തലമുറകളെ നശിപ്പിക്കും. ഇത് പലരകത്ത് വന്ന് ഇങ്ങനെ മിഴുങ്ങും. ഇതിനെ ബൈബിൾ പറയുകയാണ്, സർപ്പവിഷം സമ്പത്ത് മിഴുങ്ങിയത് അത് വീണ്ടും നീ ഛർദ്ദിക്കണം. വീണ്ടും എന്ത് ചെയ്യണം? ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് വയറ്റിൽ നിന്ന് എന്ത് ചെയ്യും, പുറത്താക്കി കളയും. അപ്പോൾ ഒന്നേ അത് ഛർദ്ദിക്കുക, രണ്ടാമത് പറഞ്ഞു ദൈവം അത് പുറത്താക്കി കളയും. വൊമിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, വിട്ടുകൊടുക്കുവാണെങ്കിൽ ദൈവം അത് നമ്മുടെ വയറ്റിൽ നിന്ന് പുറത്താക്കി എന്ത് ചെയ്യും, കളയും. നിങ്ങളത് മനസ്സിലാക്കി എടുത്തു വെച്ചാൽ മതി. ചിലർക്ക് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ വെള്ളം കൊടുക്കുമ്പോൾ, ഞങ്ങളുടെ സൂം മീറ്റിങ്ങിലാണെങ്കിൽ തന്നെയും പല രാജ്യങ്ങളിലിരിക്കുന്ന ജനങ്ങളായിരിക്കും. ചിലപ്പോൾ അവിടെ ഇന്ന്
ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്ന എവിടെയും ഇരുന്നായിരിക്കുമോ, സൂമിലായിരിക്കുമോ, ഓരോരുത്തർ പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുമ്പോൾ സൂമിൽ കാണാം പല സ്ഥലങ്ങളിൽ നിബന്ധനകൾ അഴിയുന്നത്, പലറെ കെട്ടുകൾ പൊട്ടുന്നത്. വ്യക്തിയുടെ ശക്തിയല്ല. വ്യക്തിയുടെ ശക്തി ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ കാണണമായിരുന്നു. ഇത് ഞാൻ അവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ വെളിപ്പെടുന്ന വചനത്തിൻ്റെ ശക്തിയാ, ദൈവിക അധികാരമാ. ആമീൻ. അപ്പോൾ ഈ ദൈവിക ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദൈവശക്തി വെളിപ്പെടുമ്പോൾ, ദൈവശക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, പൈശാചിക മേഖലയിൽ ബന്ധിക്കപ്പെട്ട ബന്ധനങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് അഴിക്കുവാനിടയാകും. അപ്പോൾ ഇത് അഴിയണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇത് അഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇതഴിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പുറത്തു വരണം. ഇതെങ്ങനാ തരുന്നത്? എവിടുന്നാ ഇത് വരുന്നത് എന്ന് ചോദിച്ചാൽ, ചിലർ ചോദിക്കും ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ, സദൃശ്യവാക്യം 23:6 വായിച്ചേ. സദൃശ്യവാക്യം. കണ്ണുകടിയുള്ളവന്റെ അപ്പം എന്ത് ചെയ്യരുത്? തിന്നരുത്. അവന്റെ സ്വാദുഭോജ്യങ്ങളെ ആഗ്രഹിക്കരുത്. വായിച്ചോ. അവൻ തന്റെ മനസ്സിൽ കണക്കുകൂട്ടുന്നത് പോലെയാകുന്നു, തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. നീ തിന്ന കഷ്ണം ഛർദ്ദിച്ചു പോകും, നിന്റെ മാധുര്യവാക്ക് നഷ്ടമായെന്ന് വരും. ആമേൻ. അവിടെ പറയുകയാണ്, കണ്ണുകടിയുള്ളവന്റെ അപ്പം എന്ത് ചെയ്യരുത്? തിന്നരുത്. അപ്പോൾ നമ്മളോട് എപ്പോഴും കണ്ണുകടിയുള്ളവരുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളോട് നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു യാത്ര ചെയ്താൽ, നല്ല രീതിയിലൊന്ന് നടന്നാൽ, നല്ല രീതിയിലൊന്ന് പഠിച്ചാൽ, അല്ലേ? കണ്ണുകടിയുള്ളവരില്ലേ? ഉണ്ട്. ബൈബിൾ പറയുകയാണെ, കണ്ണുകടിയുള്ളവൻ്റെ അപ്പം എന്ത് ചെയ്യരുത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? അപ്പൊ കണ്ണുകടിയുള്ളവൻ്റെ അപ്പത്തിൻ്റെ അകത്ത് ഈ സാധനം ഇരിക്കുന്നത്. പിടികിട്ടിയോ? കണ്ണുകടിയുള്ളവനിൽ കൂടിയാണ് ഇത് നമുക്ക് നേരെ വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ സാധുഭോജനങ്ങളെ എന്ത് ചെയ്യരുത്? ആഗ്രഹിക്കുകയും ചെയ്യില്ല. എന്താണ് ഈ സാധുഭോജനങ്ങൾ? എന്താണ്? നമ്മൾ പറയത്തില്ലേ, നമുക്ക് കൊതിയുള്ള ഇഷ്ടമുള്ള ആഹാരം. ചിലർ പറയത്തില്ല, അയ്യോ എനിക്കത് ഭയങ്കര കൊതിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ചോക്ലേറ്റ്, ഐസ്ക്രീം, ചില ബിസ്ക്കറ്റുകൾ, പലർക്കും പലതാണ് കേട്ടോ. ചില ഫുഡുകൾ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ ചിലർ ചോദിക്കും, എടി നിനക്ക് ഇഷ്ടമുള്ള എന്താ, അത് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം, കൊണ്ടുതരാം. അതൊരു മർമ്മമാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇഷ്ടമുള്ളത് ആരോടും എന്ത് ചെയ്യരുത്, പറയരുത്. സ്തോത്രം. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയാൽ ഞാൻ അത് ആർക്കെങ്കിലും കൊടുക്കുമോ? കൊടുക്കത്തില്ല. നമ്മളും മാത്ത് കതവിൻ്റെ ഇടയ്ക്ക് പോയി ആരും കാണാതെയൊക്കെ ഇഷ്ടമുള്ളത് കിട്ടിയാൽ എന്ത് ചെയ്യും? ആങ്ങളയ്ക്ക് കൊടുക്കാതെയും ചിലപ്പം കഴിക്കും. ഇഷ്ടമുള്ളത് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും. സ്തോത്രം. വേറെ ആർക്കും കൊടുക്കത്തില്ല, കളയത്തൊന്നുമില്ല. അപ്പോൾ പിശാച് കൂടുതലും ബന്ധിക്കുന്നത് ഇഷ്ടമുള്ളതിൻ്റെ അകത്തൂടെ എന്ത് ചെയ്യുന്നത്? ഹലോ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫാമിലി, ഞാനുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. ആ ഫാമിലി അവർ അമേരിക്കയിലാണ്. അവരുടെ 3 മക്കൾ അമേരിക്കയിലാണ്. വലിയ ഫാമിലിയാണ്. അവർക്ക് ഒരു മോനാണെങ്കിൽ 10-90 വീടുകളോളം അമേരിക്കയിലുണ്ട്, ബിസിനസ് ചെയ്യുന്നു. ഒരു മോനാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ബിസിനസ്. ഇങ്ങനെ ഈ നമ്മുടെ ഇന്ത്യയൊക്കെ മേടിക്കുന്ന യുദ്ധസാധനങ്ങൾ മൂത്ത ആടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ സംഭവം. പക്ഷെ പെട്ടെന്ന് ഇവരെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇവർ വളരെ സീറോയായി. അവിടെ അമേരിക്ക വാടകയ്ക്ക് താമസിച്ചിട്ട് വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ വന്നു. മക്കളൊക്കെ അവിടെ, കൊച്ചുമക്കളുമൊക്കെ ജനിച്ചു വളർന്ന് അവിടെ ആയതുകൊണ്ട് ഈ അപ്പനും അമ്മയും നാട്ടിൽ വന്ന് വീട്ടിലെ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് അകത്തിരിക്കുകയാണ്. ഒരാൾ വന്ന് ഇവർക്ക് അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു സ്റ്റേജിലിരിക്കുമ്പോൾ ഇവർ തകർന്നിരിക്കുക. അങ്ങനെ അവരൊരു പാസ്റ്ററെ വിളിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ സുഭാഷ് കോമരത്തെ വിളിച്ചു. അദ്ദേഹം കോട്ടയത്തു നിന്ന് വണ്ടി ഓടിച്ച് എറണാകുളത്ത് ഇവർ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നിട്ട് അവരോട് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒറ്റ വാക്ക് പറഞ്ഞു, ഇങ്ങോട്ടൊരാൾ വിളിക്കും, ആ വ്യക്തിയെ വിളിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പിക്കണം. ഇത് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പോയി. അവർക്കങ്ങ് ഭയങ്കര വിഷമം. ഈ ഒരു സ്റ്റേജിൽ വിളിച്ചതാ ഒരു വിടുതലിന് വേണ്ടി. പക്ഷെ ആ സമയത്ത് സുഭാഷ് പാഷ അവിടെ ഇരിക്കുമ്പം തന്നെ ഞാൻ കർണാടകയിൽ ഒരു സ്ഥലത്ത്
ശുശ്രൂഷയിൽ ഇതുപോലെ തന്നെ ഒരു 21 ചർച്ച് ഫാസ്റ്റിംഗ് നടക്കുന്ന ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് എന്തോ ദൈവാത്മാവ് അവരുടെ നമ്പർ വെളിപ്പെടുത്തിയിട്ട് എന്നോട് അവർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എന്നോട് അവിടുത്തെ പപ്പ ഇങ്ങനെ പറഞ്ഞു, മോനെ ഇവിടെ പ്രയർ നടക്കുക, ഇതുപോലെ സുഭാഷ് പാസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു വെച്ച് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവർക്കൊരു കാര്യം പറ്റി. ആ സമയത്ത് തന്നെ വിളിച്ചതാരാ? ഞാൻ അങ്ങോട്ട് വിളിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു. എന്നോട് കാര്യം ഇന്നതുപോലെ പറഞ്ഞു. ആകെപ്പാടെ തകർന്ന് നിൽക്കുക. ഞങ്ങൾ ദൈവാത്മാവ് പറഞ്ഞൊരു 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞു. ഞാനും ആ വീട്ടിലിരുന്ന് 3 ദിവസം ഞങ്ങൾ ഉപവസിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ കറുത്ത അലുവ ആർക്കാ ഇഷ്ടമെന്ന് ചോദിച്ചു. കറുത്ത അലുവ. അത് ഞങ്ങളുടെ മൂത്ത മോൻ ലൂയിസിന് കറുത്ത അലുവ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് പോകുമ്പോൾ അവൻ്റെ കൊച്ചമ്മ എന്ത് ചെയ്യും, കൊടുത്തു വിടാറുണ്ടെന്ന് പറഞ്ഞു. ഇതുപോലെ കുറേ കാര്യങ്ങൾ. അന്ന് നമ്മുടെ മൊബൈൽ ഫോണൊന്നും അത്ര ആക്റ്റീവ് അല്ല, അങ്ങനില്ല. പക്ഷെ കമ്പ്യൂട്ടറിൻ്റെ അകത്തൂടെ ഇതുപോലെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അമേരിക്ക ഞാൻ ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ബന്ധനം എന്ത് ചെയ്തു. 3 ദിവസം പ്രയർ കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനിപ്പുറം നഷ്ടപ്പെട്ട നന്മകൾ ആ വീട്ടിൽ വെളിപ്പെടാൻ തുടങ്ങി. അവർ സ്വപ്നം കാണുന്നത് പോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ആൻ്റണി, ഞങ്ങൾ സ്വപ്നമാണോ അതോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. കാരണം ദൈവം ആ ബന്ധനങ്ങളെ അഴിക്കുന്നത് അവർക്ക് മനസ്സിലായി. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഈ കറുത്തേലുവ ചെന്ന ഇത്രയും കോടിക്കണക്കിന് മില്യൺ കണക്കിന് രൂപയുടെ നന്മകളെ അവർ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി. നിസാര ചില മേഖലകളിലാണ് കേട്ടോ, ചില മേഖലകൾ ബന്ധിക്കുന്നത് നമ്മൾ അറിയത്തില്ല. പക്ഷെ ദൈവം അവരുടെ ബന്ധനത്തെ എന്ത് ചെയ്തു, അഴിച്ചു. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഇതിൻ്റെ അകത്തൂടെ തന്നാണ് ചിലരെ എന്ത് ചെയ്യുന്നത്, ബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, അവൻ്റെ സാധുഭോജനങ്ങളെ എന്ത് ചെയ്യരുത്, ആഗ്രഹിക്കരുത്. ആഗ്രഹിച്ചാൽ എന്താണ്, അവൻ തൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ ആകുന്നു. മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇത് നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. അതിൻ്റെ പവറുണ്ട്. അതുപോലെ തന്നെ ആകുന്നെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആകുന്നു. എന്നിട്ട് പറയുകയാണ്, തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്യുന്നു, കൊണ്ടുതരുന്നു. അപ്പോൾ കൊണ്ടുതരുമ്പോൾ ചിരിച്ചോണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്ന കഴിക്കേ കുടിക്കേ എന്ന് പറഞ്ഞു. പക്ഷെ ബൈബിൾ പറയുകയാണ്, അവൻ്റെ ഹൃദയം നിനക്ക് എന്തല്ല, അനുകൂലം അല്ല. ഹൃദയം കൊണ്ട് എന്തല്ല, അനുകൂലം അല്ല. ഹൃദയം കൊണ്ട് അനുകൂലം അല്ലാത്തവൻ നമുക്കാരാ, പ്രതികൂലം. അനുകൂലം അല്ലാത്തവൻ നമുക്കാരാണ്, പ്രതികൂലം. പ്രതികൂലം നിൽക്കുന്നവൻ നമ്മുടെ ഉയർച്ചയാണോ ആഗ്രഹിക്കുന്നത്, തകർച്ചയാണോ? തകർച്ച ആഗ്രഹിക്കുന്നത്. തകർച്ച ആഗ്രഹിക്കുന്നവൻ നമുക്ക് കൊണ്ട് തരുന്നത് നല്ലതാണോ അതോ തകരാനുള്ളതാണോ? ഞാനല്ല, നിങ്ങൾ തന്നെ ഈ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. തകരാനുള്ളതാണ് തരുന്നത്. അപ്പോൾ ഈ മേഖലയിൽ കയറി വരുന്നത് പലതും പലരെയും തകർത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ, അറിഞ്ഞോ അറിയാതെ തന്നെയോ നമ്മൾ എന്ത് ചെയ്തതാണ്, എവിടുന്നൊക്കെയോ കയറി വന്നത് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ ആത്മാ പറയുകയാണ്, ആ കഷ്ണം എന്ത് ചെയ്യും, ഛർദ്ദിച്ച് പോകും. ഏത്? ഇയ്യോബ് പറഞ്ഞു, അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ എന്ത് ചെയ്തു, പരിണമിച്ചു. ഇവിടെ വന്നപ്പോൾ പറയാണ്, എന്തിലാണോ തന്നത് ആ കഷ്ണം എന്ത് ചെയ്യുകയാണ്, അതകത്ത് കിടക്കുക. അതെന്ത് ചെയ്യണം, വൊമിറ്റ് ചെയ്യണം, അത് ഛർദ്ദിക്കണം. അത് ഛർദ്ദിച്ചു പോയില്ലെങ്കിൽ നിന്റെ മാധുര്യ വാക്ക് എന്ത് ചെയ്യും, നഷ്ടമായെന്ന് വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിപ്പെടേണ്ട വിടുതലുകൾ, വാക്തത്വങ്ങൾ നമ്മളിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് സന്തോഷമാണോ? അല്ല. നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങും, നമ്മുടെ ചിരിയൊക്കെ പോകും, സ്നേഹമൊക്കെ നഷ്ടപ്പെടും. ഇനി ചിലർ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനും എൻ്റെ വൈഫും പിള്ളേരുമായിട്ട് ഞങ്ങൾ 2 ദിവസം, അവർ ബാംഗ്ലൂർ നാട്ടിൽ, ഞാൻ ഇടുക്കിയിൽ ഒരു യോഗത്തിന് രാത്രി പോയിട്ട്, ഇടുക്കിയിൽ ഈ മൊട്ടക്കുന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ റിസോർട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഇവരെയും കൊണ്ട് അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ കിടക്കാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ സ്നേഹിതൻ്റെ കുടുംബം, വൈഫും 2 പിള്ളേരും ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ വന്നിരിക്കുമ്പോൾ മുട്ടനടി, അവർ അമ്മയും മക്കളും മുട്ടനടി, എന്തോ വിഷയമൊന്നുമില്ല,
പക്ഷെ ഭയങ്കര അടി, ഭയങ്കര വഴക്ക്. അങ്ങനെ ആമി ഒരു പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹം ചെന്നിട്ട് ആ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ ഒരു ജനലുണ്ട്, ആ ജനലിൻ്റെ അപ്പുറത്തു നിന്ന് മാന്തി ഇത്രയും കൂട്ട് കുറേ സാധനം എന്ത് ചെയ്തു, എടുത്തു, പുറത്ത് മാറ്റി, അടിയും കഴിഞ്ഞു. ഹലോ, പിടികിട്ടിയോ? സ്തോത്രം. അപ്പോൾ ചിലതിൻ്റെ റീസൺ ഇങ്ങനെ പൈശാചിക മേഖലയിൽ കുടുംബങ്ങളെ, വ്യക്തികളെ തകർക്കാൻ വേണ്ടി ചെയ്തു വെക്കുന്ന ചില പ്രവർത്തന മണ്ഡലങ്ങളാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇതെല്ലാം അഴിയപ്പെടുന്നത് കൂടുതലും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. പിടികിട്ടിയോ? ഈ സമയത്ത് അഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ അഴിക്കാനാ? ഇപ്പോൾ അഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വില കൊടുത്ത് എങ്ങും പോകാതെ നാട്ടിൽ അവിടിവിടങ്ങളിൽ കിടക്കുന്ന പാസ്റ്റർമാരെ വിളിച്ചു വരുത്തി ശുശ്രൂഷിച്ച് അവർക്ക് ഓഫറിങ്ങും കൊടുത്ത് നിങ്ങളും ബാക്കി എല്ലാം മാറ്റിവെച്ച് ഇതിൻ്റെ അകത്ത് വിലപ്പെട്ട സമയം വന്നിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ അഴിയാനാ ഇത്? അതുകൊണ്ടാണ് യുവാസ്ഥാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്ത് ചെയ്യുന്നില്ല. ചിലത് നീങ്ങണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പോൾ ഇരിക്കുന്നത് വെറുതെ ആകല്ലേ, ചില ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു വരണം. അപ്പോൾ ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു വരണം. അതാണ് പറഞ്ഞത്, തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയും, പക്ഷെ അവൻ്റെ ഹൃദയമോ നമുക്ക് അനുകൂലം അല്ലാത്തവനാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, നമുക്ക് തന്ന് ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ പലരുടെയും പല വഴികൾ അടയും, പല നന്മകൾ അടയും. ഒരിക്കൽ ഞാൻ പന്തളത്തൊരു യോഗത്തിന് ഒരു കോൺഫറൻസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പെങ്കൊച്ചിനോട് ദൂത് പറഞ്ഞു. അവളിങ്ങനെ ഫ്രണ്ടിലിരിക്കുക. അവളോട് ദൂത് പറഞ്ഞപ്പോൾ അവിടെ അമ്മ ഒരു 4 ചെയറിൻ്റെ പുറകിലിരിക്കുക. അവിടെ അങ്ങ് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഒത്തിരി പേര് പറഞ്ഞു ഇതുവരെ ആരും ആ ബന്ധനത്തെ എന്ത് ചെയ്തില്ല, അഴിച്ചില്ല. ആ ബന്ധനത്തെ അങ്ങ് അഴിച്ചു വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പാസ്റ്ററോട് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് എടുത്തിട്ട് നമുക്കതിനു വേണ്ടി ഇരിക്കാം, പാസ്റ്ററോട് പറഞ്ഞേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡേറ്റ് എടുത്തു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. 34 വയസ്സുണ്ട് ആ പെങ്കൊച്ചിനെ. ഒറ്റ വിവാഹാലോചന വരുന്നില്ല. അത് BSc നേഴ്സിംഗ് പഠിച്ചു, പിന്നെ ബിടെക് എഞ്ചിനീയറും പഠിച്ചു. ഇത് രണ്ടും പഠിച്ചിട്ട് അതിന് ജോലിയില്ല, ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി പോവുക. അപ്പോൾ അത് ബന്ധനമാണെന്ന് പല പാസ്റ്റർമാരും പറഞ്ഞു. അതുകൊണ്ടാണ് ആ അമ്മ യോഗത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒത്തിരി പേര് പറഞ്ഞു ഇതുവരെ ആരും എന്ത് ചെയ്തില്ല, അഴിച്ചില്ല. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ വന്നു യോഗത്തിന് ആ വീട്ടിൽ അവരുമായിട്ട് പ്രയറിനിരുന്നു. 8ാം ക്ലാസ്സിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, 8ാം ക്ലാസ്സിൽ വെച്ച് അപ്പോൾ നമ്മുടെ ഈ മുഖത്തൊക്കെ ഈ ഞൊണൽ കുഴു വരുന്ന പോലെ അതിൻ്റെ ഇവിടെ ഒരു ഞൊണൽ വന്നു. അതങ്ങ് വളർന്നു വലുതായി. നമ്മുടെ ഈ ചെവിയൊക്കെ വളർന്ന് കിടക്കുന്ന പോലെ ഇങ്ങനെ വലുതായി. ഈ ഭാഗത്തായതുകൊണ്ട് ആർക്കും അറിയത്തില്ല, വീട്ടുകാർക്കേ അറിയത്തുള്ളൂ. ഇത് ക്യാൻസർ ആണോ എന്താണെന്നറിയാതെ അവരെല്ലാം വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ട് നടക്കുക. ഇതൊരു ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ഭയം അവരെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവം അപ്പോൾ പറഞ്ഞു, 8ാം ക്ലാസ്സിൽ വെച്ച് ഇത് സംഭവിക്കുന്നത്. ഈ കാര്യം എന്നോട് അവർ പറഞ്ഞു. കൈവച്ചു, പ്രാർത്ഥിച്ചു. ആ കൊച്ച് അവിടെ നൊമറ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ അകത്ത് കിടന്ന കുറേ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഫാസ്റ്റിംഗ് ആണോ? അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വീടിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഉപവസിച്ചാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടാണ് വന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 3 ദിവസം ഉപവസിക്കേ, പിന്നീട് ഒരു ദിവസം, എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ദിവസം ഇതുപോലെ ഒന്ന് പറയണം, ഞാൻ ഇതുപോലെ വരാമെന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടി അതുപോലെ തന്നെ അവർ വേർതിരിഞ്ഞു. ഒരു ദിവസം കൂടി ഇരുന്നു, ചെന്നു, പ്രാർത്ഥിച്ചു. ആ ബന്ധനം പൂർണ്ണമായിട്ട് ദൈവം അഴിച്ചു. പിറ്റേ ആഴ്ച അതിന് ജോലി കിട്ടി. പിറ്റേ മാസം അതിൻ്റെ കല്യാണം നടന്നു. അത് കഴിഞ്ഞ് ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, കല്യാണം കഴിഞ്ഞ ഒരു ദുബൈല. കുറച്ച് നാൾ മുമ്പ് വീണ്ടും ഞാൻ പന്തളത്ത് അതേ യോഗത്തിന് പ്രീച്ച് ചെയ്യാൻ ചെന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അവരും കുടുംബം കാനഡയിലായി, ഇപ്പം പാസ്റ്ററെ തിരക്കിയെന്ന് പറഞ്ഞു. കാരണം ഇന്ന് അവർ കാനഡയിൽ ഇരിക്കാൻ കാരണം അന്ന് ആ ബന്ധനം ദൈവം അഴിച്ചതാ. പിടികിട്ടിയോ? ഇന്ന് അവർ ആ കൊച്ചിൻ്റെ കല്യാണം നടക്കാനും അതിന് കുഞ്ഞുണ്ടാകാനും ഇന്ന് അനുഭവിക്കുന്ന നന്മ മൊത്തവും ദൈവം ആ ബന്ധനം അഴിച്ചതാ. ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്നും അതുപോലെ തന്നെ വിവാഹം നടക്കാതെ എന്ത് ചെയ്തേനെ, അതിരുന്നേനെ. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പുറത്തുനിന്ന് നാട്ടിൽ വന്നപ്പോൾ ആ അമ്മ അടൂരാണ് അവരുടെ വീട്ടിൽ ഞാൻ എൻ്റെ ചർച്ചിൽ തിരുവല്ലായി വന്നു. അവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, 34 വയസ്സ് വരെ ബന്ധുക്കളെല്ലാം പറഞ്ഞു അവരെല്ലാം
ഓർത്തഡോക്സിൽ നിൽക്കുന്ന അവരെല്ലാം പറഞ്ഞു ഇനി ഇവക്ക് രണ്ടാം ഘട്ടം എന്ത് ചെയ്യത്തുള്ളൂ, വല്ലതും വരുത്തുള്ളെന്ന് പറഞ്ഞു. ആ സ്ഥാനത്ത് ദൈവം ബന്ധനത്തെ അഴിച്ചു. ആ കുഞ്ഞിൻ്റെ ഭാവി ദൈവം ധന്യമാക്കി മാറ്റി. ഇതുപോലെ ഞാൻ ഇവിടെ നിന്നാൽ 100 കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, 100 കണക്കിന് അനുഭവം. ഇതുപോലെ ബന്ധിക്കപ്പെട്ട പല മേഖല. നമ്മൾ വിചാരിക്കും നടക്കുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, ഇരിക്കും. പക്ഷെ ഇതിൻ്റെ പിന്നിൽ, പലതിൻ്റെയും പിന്നിൽ ഇതുപോലെ കിടക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ സ്വാധീനങ്ങളാണ്. ഇത് നമ്മൾ തിരിച്ചറിയുകയും ഇതുപോലുള്ള ഉപവാസങ്ങളിൽ ഇതിൻ്റെ അകത്ത് ജയം പ്രാപിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമീൻ. എറണാകുളം കലു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു യോഗം നടത്തുമ്പോൾ ആമീൻ, ആ എറണാകുളത്തെ തെരുവിൽ ജീവിച്ച ഒരു മനുഷ്യൻ വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് വീട് വിട്ടിറങ്ങിയതാ. മാനസികമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ട് 20 വർഷമായിട്ട് വീട് വിട്ടിറങ്ങി. അദ്ദേഹം ശിവൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ശിവൻ ഇങ്ങനെ ട്രെയിൻ പാളത്തെ കൂടെയും ഹോട്ടലുകളിൽ നിന്ന് കളയുന്ന എച്ചിലുമൊക്കെ തന്നെ ജീവിക്കുക. ആ യോഗത്തിൻ്റെ രാത്രിയിലെ വെട്ടമൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു കല്യാണം വല്ലതും നടക്കുക, രാത്രി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ആ യോഗത്തിന് കയറി വന്നു. എനിക്ക് തോന്നുന്നു 2007 നടക്കുന്ന യോഗം. അവിടെ കയറി വന്നു. ആ സമയത്ത് ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിൻ്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. പുള്ളി അവിടെ ഇന്ന് 2-3 ഒമറ്റിങ്, തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ഇന്ന് 1-2 ഛർദ്ദിര്. അതേ കലു സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹം സ്നാനപ്പെട്ടു. അന്നേരമേ പുള്ളിയുടെ ഭ്രാന്ത് മാറി. അവിടെ വെച്ച് ആ സമയത്ത് തന്നെ ഭ്രാന്ത് മാറി. പുള്ളി അവിടെ വെച്ച് തന്നെ സ്നാനപ്പെട്ടു. എറണാകുളം കലു സ്റ്റേഡിയത്തിൽ നടക്കുന്ന യോഗത്തിൽ സ്റ്റേജിൽ കയറി അദ്ദേഹം യേശുവിനെ സാക്ഷീകരിച്ചു. ആമീൻ. അദ്ദേഹം എൻ്റെ കൂടെ ഇഞ്ഞു പോരുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ഇങ്ങനെ ഒത്തിരി പേരുണ്ടെന്ന് രാവിലെ. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ പോരുന്നു. തിരുവല്ലായി താമസിച്ച്, ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു വീടെടുത്തിട്ടുണ്ട്. അവിടെ താമസിച്ചോണ്ട് അദ്ദേഹം അന്ന് തൊട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് പോയി. വീട് തപ്പിപ്പിടിച്ച് 20 വർഷം വീട് വിട്ടിറങ്ങിയ ആളാണ്. വീട് തൃശ്ശൂരാണ്. വീട്ടിൽ ചെന്നു. 2-3 അമ്പലമൊക്കെ ഉള്ള വീടാണ്. ആ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചു പോയതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ അവകാശം ഇദ്ദേഹത്തിന്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അനിയന്മാരും മക്കളും ഉണ്ട്. അവർക്ക് ഇതിൻ്റെ എല്ലാ അവകാശം വരണം. അതിനുവേണ്ടി അവർ മന്ത്രവാദം ചെയ്ത് എന്ത് ചെയ്തതാ, കൊടുത്ത് ശിവനെ അവിടുന്ന് വിട്ടതാ. പക്ഷെ ശിവൻ തിരിച്ച് എന്നറിഞ്ഞപ്പോൾ ഇവർ വീണ്ടും എന്ത് ചെയ്തെന്നറിയാമോ, ഇദ്ദേഹം ചെന്നേൻ്റെ സ്നേഹത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ എന്തോ ലഡു വിതരണമോ പായസമോ ഒക്കെ എന്ത് ചെയ്തു, കൊടുത്തു. ആ കൂട്ടത്തിൽ വീണ്ടും ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു, ബന്ധിച്ചു കൊടുത്തു. ഇദ്ദേഹം വീണ്ടും ഒരിക്കൽ ഞാൻ ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ഇതുപോലെ വീട്ടിൽ പോയിട്ട് വരിക. വന്നിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്ത് എവിടെ. അപ്പോൾ പറഞ്ഞു, പാഷ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, ഞാനും ഉപവാസമാണെന്നൊക്കെ പറഞ്ഞ്. ഞാൻ അവിടെ ഉപവസിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ കൊണ്ടുവന്ന് കുറേ മിച്ചറും അത് ഇതും എല്ലാം എടുത്തിരുന്ന് എന്ത് ചെയ്യുക, കഴിക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ ഉപവാസമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മെൻ്റലി എന്ത് ചെയ്ത് കഴിഞ്ഞു, ആള് പഴയതുപോലെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞു. അന്നേരം തന്നെ അവിടെ ഇരുന്ന് എൻ്റെ കൂടെ അന്ന് ചെന്നൈയിൽ നിന്ന് ചില ദേവദാസന്മാർ എൻ്റെ സ്നേഹിതർ ഉപവസിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പൊതുയോഗമല്ല, ഞങ്ങൾ അല്ലാതിരുന്ന് പ്രയർ ചെയ്യും. തലയെ കൈവച്ചു. വീണ്ടും അവിടുന്ന് കൊടുത്ത സാധനം പുള്ളിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നു. അന്നേരം ആള് നോർമലായി. ഹലോ, പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നത് ചിലരെ ഭ്രാന്തായി ഇങ്ങനെ വിട്ടിരിക്കുക, കൈവശത്തിൽ കൂടി ബന്ധിച്ചിരിക്കുന്ന പലതിനെയും വർഷങ്ങളായിട്ടുള്ള. ഇതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെയുള്ള ചില മേഖലകൾ ഇന്ന് ഞങ്ങൾ അദ്ദേഹം ശുശ്രൂഷയിൽ കൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പീറ്റർ എന്നും കൂടെ പേരിട്ട് ശിവൻ പീറ്റർ എന്നാണ് വിളിക്കുന്നത്. തിരുവല്ലയിലുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചർച്ചയിൽ നിന്ന് വിവാഹം കഴിച്ച് അവർ രണ്ടുപേരും ബൈബിൾ കോളേജിൽ പഠിച്ച് ഈ അമ്പലങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ട്, അതൊക്കെ വലിയ വിഷയമായി എങ്കിലും അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് ഇന്ന് അതേ മണ്ണിൽ അവർ ദൈവത്തെ ആരാധിക്കുക. സോദരം ഇടയ്ക്കിടയ്ക്ക് വരും, എൻ്റെ ഒരു കൈവപ്പ് മേടിക്കും, അവർ പോകും. തൃശ്ശൂർ ആ സ്ഥലത്ത് തന്നെ അവരുടെ മണ്ണിൽ തന്നെ അവരിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇതുപോലെ ബന്ധിച്ച് പലരെയും ഒതുക്കിക്കളഞ്ഞ ചില മേഖലകൾ ഇത് അഴിഞ്ഞു മാറണം. ഇതഴിച്ചെങ്കിൽ മാത്രമേ ദൈവിക വിടുതൽ വെളിപ്പെട്ടു വരുത്തുള്ളൂ. ഇതല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. ഏത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ളത്. ഇതുപോലെ ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ ഇവിടെ ഒരു വെള്ളം കൊണ്ട് തന്നിരിക്കുക കുടിക്കാൻ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കുമോ? എനിക്ക്
എത്ര ദാഹമാണെങ്കിലും ഞാൻ കുടിക്കുവോ? ഞാൻ കുടിക്കത്തില്ല. ഞാൻ എത്ര ദിവസം പട്ടിണി കിടന്നെന്ന് പറഞ്ഞാലും എനിക്ക് ആഹാരം തരുമ്പോൾ അതിൻ്റെ അകത്ത് കുരുടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുവോ? എനിക്ക് എൻ്റെ ജീവനല്ലേ വലുതേ. ഹലോ, അപ്പോൾ ഇത് വല്ലതും തരുന്ന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണോ തരുന്നത്? അല്ല. അതാ പറഞ്ഞേ, ഞാൻ ആദ്യമേ പറഞ്ഞേ, നമ്മുടെ അറിവ് കൂടാതാണ് പിശാച് എന്ത് ചെയ്യുന്നത്? ബന്ധിക്കുന്നത്, നമ്മൾക്ക് തരുന്നത്. ആ ബന്ധനത്തെയാണ് നമ്മൾ ആത്മാവിൽ അതിനെ എന്ത് ചെയ്യണം? അഴിക്കണം. കാര്യം പിടികിട്ടിയോ? കുറേ കാര്യങ്ങളും കൂടെ പറയാനുണ്ടെങ്കിലും എൻ്റെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ ഈ അന്യായ ബന്ധനങ്ങൾ എന്ത് ചെയ്യും? അഴിയും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ തരും. ഇതുപോലെ ഈ കൈവശം അകത്തുണ്ടെങ്കിൽ ചില മേഖലകളിൽ അത് പലർക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, ചിലർ വയറ് വീർത്ത് വരുന്നതായിട്ട് അനുഭവപ്പെടും. ചിലർക്ക് അത് അറിയത്ത് പോലുമില്ല ഇങ്ങനെ ഉണ്ടെന്ന് പോലും. പക്ഷേ ഇഷ്ടംപോലെ ബന്ധനമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. പക്ഷെ അവർക്ക് അറിയത്തില്ല. ചിലർക്കത് ഫീൽ ചെയ്യും, ചിലർക്കത് വയറ് വീർത്ത് വരും, അത് ഇളകി ഇങ്ങനെ കയറി വരും. ചിലർക്കത് യാസിൻ്റെ അസുഖം പോലെ എന്ത് ചെയ്യും? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. ചിലരുടെ മുടി എന്ത് ചെയ്യും? ഒഴിയാൻ തുടങ്ങും. ചിലർക്കത് വയറിൻ്റെ എവിടെയെങ്കിലും ഒരു പെയിന് അനുഭവപ്പെടും. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതി ചിലർക്ക് അതെന്ത് ചെയ്യും? ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ദൈവവചനം ആഗ്രഹിക്കുന്നത്, ഞാൻ അതൊന്നും മനസ്സിലാകാൻ വേണ്ടിയാണ്. ചിലർക്ക് അതങ്ങനെ ഉണ്ടാകും. ചിലർക്ക് ഇതൊന്നും അറിയത്തില്ല. പക്ഷേ അവരെന്ത് ചെയ്തിരിക്കുക? ഇനിയും കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ഫാമിലിക്ക് ഇതുപോലെ കൈവശം അഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഫാമിലിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ബന്ധനമാണ്, ബന്ധിച്ചു വെച്ചിരിക്കുക. മെഡിസിൻ എടുക്കുന്നു, ലക്ഷങ്ങൾ അവർ കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്ത് വരാ, കുഞ്ഞുണ്ടാകാൻ വേണ്ടി ചെലവാക്കി. പക്ഷെ നടക്കുന്നില്ല. കാരണം പൈശാചികപരമായ ബന്ധനമാണ്. അതുകൊണ്ട് ആ ദൈവവചനം പറഞ്ഞ അന്യായ ബന്ധനങ്ങളെ എന്ത് ചെയ്യുക? അഴിക്കുക. സ്തോത്രം. അപ്പോൾ അഴിക്കുന്നതല്ലോ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം. അത്രയും മാത്രം ആ ഒറ്റ കണ്ണികെ നിൽക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. ആമീൻ. ഇങ്ങനെ എന്ത് വേലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം. ദൈവശക്തി നിങ്ങളിൽ ഇറങ്ങട്ടെ. ദൈവിക വിടുതലുകൾ നിങ്ങളിൽ നടക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. ഹഡബജന ഘടകസി ഹഡബൽ ഖബല ഘടക വൈഡിബി ഖംദൽ പ്രവചന ഘടകശസി പ്രവചന ഘടക വൈഡിബിരി ഘടക ജല ഘടക വൈഡിബി ഖംദൽ പ്രവചന ഘടകസിയ ജുഡിബിരി ഘടക ജല ഘടക വൈഡിബിരി ഘടക ജല ഘടക വൈഡിബിരി ഖംദൽ ഖബല ഘടകസിയ ജുഡിബിരി ഘടക ജല ഘടക വൈഡിബിരി ഘടക ജല ഘടക ശംദൽ ഖബല ഘടകശസിയ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അഴിക്കുക, 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 അഴിക്കുക. ദൈവാത്മാവ് പറഞ്ഞ് അഴിക്കാൻ പറഞ്ഞു. അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു വന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാനാ. യേശു വന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുവാനാ. നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നെങ്കിൽ, പല മേഖലകളിൽ പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു ആ ബന്ധനത്തെ അഴിച്ചുവിടുക, 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 അഴിച്ചുവിടുക. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. പിശാച് കെട്ടിയ കെട്ടുകൾ ഇതിൻ്റെ അകത്തുനിന്ന് അഴിയട്ടെ. വ്യക്തികളിൽ നിന്ന് അഴിയട്ടെ, കുടുംബങ്ങളിൽ നിന്ന് അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. അഴിയട്ടെ. ആത്മാവിൽ വിട്ടുകൊടുത്തി, ആത്മാവിൽ വിട്ടുകൊടുത്തി, ആത്മാവിൽ വിട്ടുകൊടുത്തി.
അഴിക്കുവാൻ തന്നെ അഴിക്കുവാൻ തന്നെ അഴിക്കുവാൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ തന്നെ. നിങ്ങളെ ബന്ധിച്ച ബന്ധനം അഴിച്ചുവിടണോ? നിങ്ങളെ കെട്ടിയ കെട്ട് അഴിക്കണം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അഴിക്ക് അഴിക്ക് അഴിക്ക്. ഹുഡബല ഹഡബല ജുഡിബിനി ഘടക ജലഘടക വൈഡിബി കബ്ദൽ പ്രബദല ഘടക വൈഡിബിനി ഘടക രഗദൽ കബല ഘടകസി. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ 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 അഴിയട്ടെ. വായ്കളെ തുറന്ന് ആത്മാവിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വായ്കളെ തുറന്ന് ആത്മാവിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. റിബല ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടകസി ജുഡബല ബഡബല വൈഡിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടകസി വൈഡിബിനി ഘടക ജല ഘടക ധുനിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടകസി ജുഡിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടക ധുനിബിനി ഘടക ജല ഘടകസി. ദൈവശക്തി ഇതിന്റെ അകത്ത് ആവരിക്കട്ടെ, ദൈവശക്തി ഇതിന്റെ അകത്ത് ആവരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേലും, എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും, യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളുടെ മേലും ദൈവശക്തി ഇറങ്ങി വരട്ടെ. പിശാച് ബന്ധിച്ച ബന്ധനങ്ങൾ, പിശാച് കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടട്ടെ 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 പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ 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 പൊട്ടട്ടെ. വിട്ടുകൊടുത്തേ വിട്ടുകൊടുത്തേ പൊട്ടുകൊടുത്തേ. ആ അഴിയട്ടെ 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 അഴിയട്ടെ. ആ രോഗാത്മാവിനെ അഴിച്ചേ, രോഗാത്മാവിനെ അഴിച്ചേ. നിന്നോട് പോരാടിയത്, നിന്റെ കുടുംബത്തോട് പോരാടിയത്, നിന്റെ ശരീരത്തോട് പോരാടിയത്, നിന്റെ തലമുറയോട് നന്മയോട് വെല്ലുവിളിച്ച് ഇന്നലകളിൽ തടസ്സം ചെയ്ത് നിൽക്കുന്ന ചില ആഭിചാര ശക്തികളെ, ചില മന്ത്രശക്തികളെ, ചില ശുദ്ധര ശക്തികളെ ആമേ ദൈവാത്മാവ് പറയുന്നു അത് കൊണ്ട് നടക്കുവാനല്ല, അത് അഴിക്കണോ. അത് നിന്റെ വയറ്റിൽ നിന്ന് ദൈവം പുറത്താക്കി കളയും. ദൈവം അത് പുറത്താക്കി കളയുമെന്നാ പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ അഴിച്ചേ അഴിച്ചേ. ആത്മാവിലൊന്ന് വിട്ടുകൊടുത്തേ, സമർപ്പിച്ചു വിട്ടുകൊടുത്തേ, സമർപ്പിച്ചു വിട്ടുകൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അഴിക്കേ 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 അഴിക്കേ. കുടുംബങ്ങൾക്കകത്തുന്നത് അഴിഞ്ഞു മാറട്ടെ. പൈശാചിക വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. വ്യക്തികളിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ജുഡിബിനി ഘടക രഗ ജല ഘടക വൈഡിബിനി ഘടക ജല ഘടകസി വൈഡിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക ജല ഘടക ധുനിബിനി ഘടക രഗ ജല വൈഡിബിനി ഘടക ജല ഘടക വൈഡിബിനി ഘടക രഗ ജല ഘടക വൈഡിബി ജുഡഖബല ഘടക വൈഡിബിനി ഘടക രഗ ജല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അമ്പപരച്ചം പട്ടകടച്ചം ദൂരക്കെട്ടി വാദക്കെട്ടി വേദിക്കെട്ടി അട്ടപടച്ചം പട്ടകടത്തം ധൂബലകെട്ടി ജാലകടത്തം പട്ടക്കെട്ടി അമ്പക്കാലം വേദിക്കെട്ടി റീകൽ കട്ടം കട്ടക്കെട്ടം പട്ടക്കെട്ടി ചൊല്ലിക്കെട്ടി അട്ടക്കെട്ടി വേദിക്കെട്ടി ദൂരക്കെട്ടി ജാലക്കെട്ടി വേദിക്കെട്ടി അട്ടപടച്ചം പട്ടകടത്തി ധൂബലകെട്ടി ജാലക്കെട്ടും ദൂരക്കെട്ടി വേദിക്കെട്ടി അട്ടപടച്ചം ധൂബലകെട്ടി ജാലകടത്തം പട്ടകടത്തി ധൂബലകെട്ടി ജാലകടത്തം പട്ടകടത്തി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. സർപ്പശക്തികൾ അഴിയട്ടെ, ഉദരബന്ധനങ്ങൾ അഴിയട്ടെ. ജനത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്, മുന്നേറ്റങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. ബൈബിൾ പറയുന്നത് നീ വീണ്ടും ഛർദ്ദിക്കുമെന്നാണല്ലോ പറഞ്ഞത്. നീ ഛർദ്ദിക്കുമെന്ന ദൈവം പുറത്താക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി ആവരിക്കട്ടെ. ഓ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ആമേൻ.